മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച അതിമനോഹരമായ ഒരു മുറി. കിടക്കയിൽ നിറയെ മുല്ലപ്പൂക്കൾ വാരി വിതറിയിട്ടുണ്ട്. കല്യാണ വേഷമൊക്കെ മാറി സാധാരണ ഒരു ചുരിദാറും, കഴുത്തിൽ താലിയും നെറ്റിയിൽ കുങ്കുമവും 2 കൈയിലുമായി 2 സ്വർണവളകളും കാലിൽ സ്വർണ്ണ കൊലുസുമൊക്കെ ഇട്ടുകൊണ്ട് ഒരു സുന്ദരി പെൺകുട്ടി ആ മുറിയിലുണ്ടായിരുന്നു. ആ മുറിയിൽ അന്ന് അവളുടെ ആദ്യ രാത്രിയായിരുന്നു കൃഷ്ണയുടെ. അവൾ അവളുടെ ചെക്കനെയും കാത്ത് അങ്ങനെ കട്ടിലിൽ ഇരിപ്പായിരുന്നു. വീട്ടിലുള്ള ബന്ധുക്കാരൊക്കെ പോയി ഭക്ഷണവും കഴിഞ്ഞ് കൃഷ്ണ മുറിയിൽ കയറിയിട്ട് സമയം 1 മണിക്കൂർ അധികമായെങ്കിലും രാഹുൽ അങ്ങോട്ട് എത്തിയിട്ടില്ല. നേരത്തെ കൂട്ടുകാരോടൊപ്പം പുറത്ത് കളി പറഞ്ഞിരിക്കുന്നത് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ വൈകുമെന്ന് അവൾക്ക് തോന്നി. എന്നാൽ കൂട്ടുകാരൊക്കെ പോയി കഴിഞ്ഞ ശേഷവും രാഹുൽ മുറിയിലേക്ക് എത്തിയില്ല. അവൻ പുറത്ത് കോളിംഗിലായിരുന്നു അവന്റെ കാമുകി അതുല്യയുമായി. എന്നാൽ ഇതൊന്നും അറിയാതെ കൃഷ്ണ മുറിയിൽ അവനെയും കാത്തിരിപ്പാണ്. അതെ, രാഹുലിനൊട്ടും ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമാണ് കൃഷ്ണയുമായിട്ടുള്ളത്. ടൗണിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു രാഹുൽ. അതിന്റെ ഓണറുടെ ഒരേ ഒരു മോളാണ് കൃഷ്ണ. രാഹുൽ ആണെങ്കിൽ അതുല്യ എന്ന മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലുമാണ്. സാധാരണ ഒരു വീട്ടിലെ പയ്യനാണ് രാഹുൽ. 2 ചേച്ചിമാർ ഉള്ളത് കല്യാണം കഴിഞ്ഞു. അതിന്റെ കുറച്ച് ബാധ്യതകളൊക്കെ രാഹുലിന്റെ കുടുംബത്തിലുണ്ട്. അച്ഛനാണെങ്കിൽ കൂലിപ്പണിയാണ്, അമ്മയാണെങ്കിൽ ജോലിക്കൊന്നും പോകാറുമില്ല. അതുകൊണ്ട് തന്നെ ചേച്ചിമാരെ വിവാഹം കഴിപ്പിച്ചയച്ച ബാധ്യതകളൊക്കെ അത്യാവശ്യം രാഹുലിന്റെ തലയിലുണ്ട്. ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് കുറച്ചൊക്കെ വീട്ടിലെ ആവശ്യങ്ങളും കുറച്ചൊക്കെ അവന്റെ ആവശ്യങ്ങളും നടന്നു പോകും. ഇതിനിടയിലൊക്കെ അവന്റെ ഏക ആനന്ദം അവന്റെ പെണ്ണുമായുള്ള പ്രണയമായിരുന്നു. അതെ, അതുല്യയും അവനുമായി 2 വർഷത്തിലേറെയായി പ്രണയത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുലിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ ഓണറായ രാഘവേന്ദ്ര മേനോൻ രാഹുലിനോട് അവരുടെ മോളായ കൃഷ്ണയുടെ വിവാഹാലോചന പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു പെൺതരിയായ കൃഷ്ണയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് രാഹുലിനോട് അദ്ദേഹം ചോദിച്ചു. ഇത്രയും കോടീശ്വരനായ ഒരാൾ തന്റെ ഏക മകളെ അദ്ദേഹത്തിന്റെ സൂപ്പർ മാർക്കറ്റിലെ സാധാരണ ഒരു ജോലിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണ ഒരു രോഗിയായിരുന്നു. അവളുടെ തലയ്ക്കകത്ത് ഒരു ട്യൂമർ വളരുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തും ധാരാളം സൂപ്പർ മാർക്കറ്റുകളും മറ്റു ബിസിനസ്സുകളും ഒക്കെയുള്ള പണം കൊടുത്ത് എന്തും വാങ്ങിക്കാവുന്ന, എന്തും ചെയ്യാവുന്ന കൂട്ടരായിരുന്നിട്ട് പോലും കൃഷ്ണയുടെ രോഗം ചികിത്സിച്ചു മാറ്റാൻ അവർക്കാകുമായിരുന്നില്ല. കാരണം സർജറി ചെയ്താൽ ചിലപ്പോൾ അവൾ മരണപ്പെട്ടു പോകും. ചെയ്യാതിരുന്നാൽ ജീവിക്കുന്നിടത്തോളം ജീവിക്കും. എത്ര കാലം അവൾക്ക് ആയുസ്സുണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കഴിയുമെങ്കിൽ അവളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാവുന്ന എല്ലാം ചെയ്യണമെന്ന് ഡോക്ടർ അവളുടെ വീട്ടുകാരോട് പറഞ്ഞു. രോഗിയായ മോൾക്കൊരു കല്യാണം നടന്നു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ക്യാഷുകാർ ആയതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അത് മറച്ചുവെച്ചോ അല്ലാതെയോ കല്യാണം നടത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എല്ലാം അറിഞ്ഞുകൊണ്ടൊരാൾ മോളെ സ്വീകരിക്കണമെന്ന് രാഘവേന്ദ്ര മേനോൻ ചിന്തിച്ചു. അങ്ങനെയാണ് രാഹുലിനോട് മോളെ വിവാഹം ചെയ്യുന്ന കാര്യം രാഘവേന്ദ്ര മേനോൻ ആവശ്യപ്പെട്ടത്. എന്നാൽ രാഹുലിന് അതുല്യയുമായി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ കേട്ടപ്പോൾ ആദ്യം അവനത് സ്വീകരിച്ചില്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അറിയാതെ അമ്മയോട് കാര്യം പറഞ്ഞുപോയി. മുതലാളി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുവെന്നും പൈസ എത്ര വേണമെങ്കിലും തരാമെന്നും മോളെ പൊന്നുപോലെ നോക്കിയാൽ മതിയെന്നും അവൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയാണ് അവനോട് കൃഷ്ണയെ വിവാഹം കഴിക്കാനായി നിർബന്ധിച്ചത്. കാരണം മറ്റൊന്നുമായിരുന്നില്ല, പൈസ തന്നെയായിരുന്നു ലക്ഷ്യം. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് അവൾക്ക്. കുറച്ചു നാളുകൾ കൊണ്ട് അവൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും. ഒരു അഡ്ജസ്റ്റ്മെന്റിന് കുറച്ചു നാളത്തേക്ക് തയ്യാറായാൽ തന്റെ പ്രാരാബ്ദങ്ങളും വീട്ടിലെ കടങ്ങളും എല്ലാം ഒഴിവായി കിട്ടുമെന്ന് രാഹുലിനും അപ്പോൾ തോന്നി. പക്ഷേ അപ്പോഴും അവന്റെ മനസ്സിൽ വന്ന കാര്യം അതുല്യയെ കുറിച്ചായിരുന്നു. അവളോട് ഇതെങ്ങനെ പറയും? അവൾക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്ത് വാക്കുകൊടുത്ത് പ്രണയിച്ചിട്ട് പെട്ടെന്ന് മറ്റൊരു വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവൾ അതിന് സമ്മതിക്കുമോ? ചോദിച്ചു നോക്കാം. അല്പം മടിയോടെയാണെങ്കിലും രാഹുൽ അതുല്യയോട് കാര്യം അവതരിപ്പിച്ചു. അവൾ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു രാഹുലിന്റെ ഉറച്ച വിശ്വാസം. കാരണം അവൾക്ക് അവനെ അത്രമേൽ ഇഷ്ടമായിരുന്നു എന്ന് അവൻ അറിയാം. എന്നാൽ അവന്റെ ചിന്തകളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ കാര്യം കേട്ടപ്പോൾ അതുല്യ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും കൃഷ്ണയെ വിവാഹം ചെയ്യണമെന്നും വലിയൊരു തുക അവരോട് ആവശ്യപ്പെടണമെന്നും അവളുടെ മരണശേഷം നമുക്ക് സുഖമായി ജീവിക്കാമെന്നും അതുല്യ രാഹുലിനോട് പറഞ്ഞു. അങ്ങനെയാണ് ആർഭാടപൂർവമായി രാഹുൽ കൃഷ്ണയുടെ കഴുത്തിൽ ഇന്ന് താലി ചാർത്തിയത്. അച്ഛൻ എന്തുകൊണ്ടാണ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ തനിക്ക് വേണ്ടി കണ്ടെത്തിയതെന്ന് കൃഷ്ണ ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരോടും ജോലിക്കാരോടുമൊക്കെ വളരെയധികം സ്നേഹമുള്ള അച്ഛൻ ആ ഒരു കാരണം കൊണ്ടായിരിക്കും രാഹുലിനെ തിരഞ്ഞെടുത്തതെന്ന് അവൾക്ക് തോന്നി. ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ആളായതുകൊണ്ട് അച്ഛൻ എന്നും സാധാരണക്കാരോട് വല്ലാത്ത പ്രിയമാണ്, വല്ലാത്തൊരു സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ അച്ഛൻ തിരഞ്ഞെടുത്തപ്പോൾ കൃഷ്ണയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പൈസയുടെയോ സാമ്പത്തികത്തിന്റെയോ ഒരു കാര്യവും അവളും നോക്കിയിട്ടില്ല. തന്റെ വീടിനെ അപേക്ഷിച്ച് വളരെ ചെറിയ വീടാണ് രാഹുലിന്റേത്. എങ്കിൽ പോലും അച്ഛൻ എടുത്ത തീരുമാനത്തിൽ അവൾക്കേറെ സന്തോഷമായിരുന്നു.
അങ്ങനെ വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി റൂമിൽ രാഹുലിനെ കാത്തിരിക്കുകയായിരുന്നു അവൾ. അതുല്യ, എന്നാ ഞാൻ വെച്ചോട്ടെ, നാളെ രാവിലെ വിളിക്കാം, മുറിയിലേക്ക് പോകട്ടെ, ഇനിയിപ്പോ എന്നെ കാണാൻ അവൾ എന്ത് വിചാരിക്കും? രാഹുൽ പുറത്തുനിന്ന് ഫോണിൽ അതുല്യയോട് പറഞ്ഞു. നീ ചെല്ല് രാഹുൽ, അവളുമായിട്ട് അധികം അടുപ്പത്തിനൊന്നും പോകണ്ട. നമ്മുടെ ലക്ഷ്യം പൈസ മാത്രമാണല്ലോ. അവള് ചാവുന്നവരെ അവൾക്കൊരു ജീവിതം കൊടുക്കണമെന്ന ജോലി അവളുടെ അച്ഛൻ നിന്നെ ഏൽപ്പിച്ചു. അങ്ങനെ കരുതിയാൽ മതി. അത് നമ്മൾ അനുസരിക്കുന്നു. നമ്മൾ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വെറും ഒരു ജോലിക്കാരൻ മാത്രം. ആ ഒരു അടുപ്പം മതി അവളോട്. തീർത്തും ഒരു നാടകം പോലെ കരുതിയാൽ മതി. മനസ്സിലെപ്പോഴും ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. അതുല്യ ഒരു താക്കീത് പോലെ രാഹുലിനോട് പറഞ്ഞു. ശരിയടി, അത് നീ മാത്രമേ കാണൂ എന്ന് നിനക്കറിഞ്ഞുകൂടെ? എന്നാ ശരി, ഞാൻ വെച്ചോട്ടെ, നീ എനിക്കൊരു ഉമ്മതാ, രാഹുൽ അതുല്യയോട് പറഞ്ഞു. നാണത്തോടെ അതുല്യ അവനൊരു ഉമ്മ സമ്മാനിച്ചു. ഉമ്മ തിരിച്ച് അവൾക്കും ഒരു ഉമ്മ നൽകിക്കൊണ്ട് രാഹുൽ ഫോൺ വെച്ചു. ശേഷം അവൻ അകത്തേക്ക് കയറി. അല്പം വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മയും തൊട്ടടുത്ത വീട്ടിലെ രാധേച്ചിയും അടുക്കളപ്പുറത്തു നിന്ന് ചെമ്പും പാത്രങ്ങളും മറ്റും കഴുകിയെടുത്ത് വെക്കുകയായിരുന്നു. എന്നാലും എന്റെ വത്സലേച്ചിയെ, ഇത്ര കൊമ്പത്ത് നിന്ന് എങ്ങനെയാ രാഹുലിന് പെണ്ണ് കിട്ടിയത്? എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങളുടെ ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാനാ? കണ്ടിട്ട് നല്ലൊരു സുന്ദരി മോള്. ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു, നല്ല പെരുമാറ്റവും. ഇത്രയും കാശുള്ള വീട്ടിലെ കുഞ്ഞാണെന്നുള്ള ഒരു അഹങ്കാരവുമില്ല. രാധേച്ചി രാഹുലിന്റെ അമ്മയോട് പറയുന്നത് അടുക്കളയിലേക്ക് ചെന്ന രാഹുൽ കേട്ടു. അത് രാധേ, അവൻ അവിടെ 3-4 കൊല്ലമായില്ലേ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? മുതലാളിക്ക് അവനെ പണ്ടേ ഇഷ്ടമായിരുന്നു. അവന്റെ സത്യസന്ധതയും ജോലിയിലുള്ള ഉത്സാഹവും പിന്നെ നല്ലവനാണെന്നും ഒക്കെ കൂടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അവനോടൊരു താല്പര്യം തോന്നി. അങ്ങനെ മോളെ കൊടുത്തതാ. എന്തായാലും നീ പറഞ്ഞത് ശരി തന്നെയാ, ഭാഗ്യമൊക്കെ തന്നെയാണ്. അത്ര വലിയ വീട്ടിലെ പെങ്കൊച്ചല്ലേ അത്. അമ്മയ്ക്ക് അവളുടെ രോഗത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നെങ്കിലും അമ്മ അതൊന്നും പറയാതെ അയൽവാസിയായ രാധയോട് അങ്ങനെയാണ് പറഞ്ഞത്. അതെല്ലാം കേട്ടുകൊണ്ട് രാഹുൽ അടുക്കളയിൽ അങ്ങനെ നിന്നു. ശേഷം ചെന്ന് അല്പം വെള്ളം എടുത്തു കുടിച്ചു. എന്നിട്ട് അവൻ അവന്റെ മുറിയിലേക്ക് നടന്നു. കാര്യം കല്യാണമൊക്കെ നടന്നെങ്കിലും മണവാളനാണെങ്കിലും അവന്റെ മനസ്സ് വല്ലാത്ത വിഷമത്തിലായിരുന്നു. അതുല്യയുമായുള്ള വിവാഹമായിരുന്നെങ്കിൽ താൻ എത്ര സന്തോഷത്തിൽ ഇരിക്കേണ്ടതാണ്. എന്നാൽ പെട്ടെന്ന് കഥകളൊക്കെ മാറി മറിഞ്ഞു. എല്ലാം ഒരു ദൈവനിശ്ചയം. കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം ഈ നാടകം കളിച്ചല്ലേ പറ്റൂ. ആ പെൺകുട്ടിയുടെ ഭർത്താവായി അഭിനയിക്കണം. ഒരു നിമിഷം അതൊന്നും വേണ്ടായിരുന്നു എന്ന് രാഹുലിന് തോന്നി. പക്ഷേ അവളെ വിവാഹം ചെയ്തതുകൊണ്ട് കിട്ടാനിരിക്കുന്ന വലിയൊരു സംഖ്യയും തനിക്കുണ്ടാവുന്ന ലാഭവും ആലോചിച്ചപ്പോൾ എല്ലാം നല്ലതിനാണെന്ന പോലെ അവൻ റൂമിലേക്ക് ചെന്നു. റൂമിന്റെ വാതിൽ മെല്ലെ തുറന്നപ്പോൾ കണ്ടു കട്ടിലിൽ ഇരിക്കുന്ന കൃഷ്ണയെ. രാധേച്ചി പറഞ്ഞതൊക്കെ ശരിയാ, കാണാൻ സുന്ദരിയാണ്. എങ്കിലും അവനെന്തോ അവളോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇത്രയും പൈസയൊക്കെ തന്ന് സാറ് കെട്ടിച്ചതല്ലേ എന്നാലോചിച്ച് അവളെ കണ്ടപ്പോൾ രാഹുൽ ഒന്ന് ചിരിച്ചു. കൃഷ്ണ അപ്പോൾ വേഗം കട്ടിലിൽ നിന്ന് എണീറ്റു. രാഹുൽ അപ്പോൾ മുറിയുടെ വാതിൽ ലോക്ക് ചെയ്ത് അവന്റെ ഫോൺ അവിടെ മേശപ്പുറത്ത് വെച്ചു. ശേഷം പതിയെ അവന്റെ തലയൊന്ന് പൊത്തിപ്പിടിച്ച് നെറ്റിയിൽ ഒന്ന് അമർത്തി. ഒന്നും പറയണ്ട, കല്യാണത്തിന്റെ തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് തല വെട്ടിപ്പൊളിയുന്ന പോലെ. ഞാനൊന്ന് കിടന്നോട്ടെ, കൃഷ്ണയും കിടന്നോളൂ, രാഹുൽ അവളോട് പറഞ്ഞു. എന്തുപറ്റി, നല്ല തലവേദനയുണ്ടോ? അവൾ അവനോട് ചോദിച്ചു. ഉണ്ട്, കുറച്ച് സ്ട്രോങ് ഉള്ള വേദന തന്നെയാണ്. ഞാൻ കിടന്നോട്ടെ? രാഹുൽ അത് പറഞ്ഞ് തല പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കട്ടിലിലേക്ക് കിടന്നു. കൃഷ്ണ അപ്പോൾ അവനെ ഒന്ന് നോക്കി. കൃഷ്ണ കിടന്നോളൂ, രാഹുൽ അപ്പോൾ അവളോട് പറഞ്ഞു. ശേഷം അവൻ തല പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കട്ടിലിന്റെ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്നു. സത്യത്തിൽ അവന് തലവേദനയൊന്നും ഉണ്ടായിരുന്നില്ല. അതുല്യയോട് അത്ര നേരം ഫോണിൽ സംസാരിക്കുമ്പോഴും അവൻ നല്ല ഉഷാറിലായിരുന്നു. കൃഷ്ണയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും അവളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയും അവൻ അങ്ങനെ പറഞ്ഞതായിരുന്നു. അവൻ അല്പനേരം ചരിഞ്ഞങ്ങനെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൃഷ്ണയും കിടന്നുറങ്ങി കാണുമെന്ന് കരുതി അവൻ ഒന്ന് മെല്ലെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്റെ അരികിൽ തന്നെ ഇരിക്കുന്ന കൃഷ്ണയെ. എന്തുപറ്റി, കിടന്നില്ലേ? രാഹുൽ അപ്പോൾ ചോദിച്ചു. കിടന്നോളാം, വേദന കുറവുണ്ടോ? കൃഷ്ണ അവനെ നോക്കി. കുഴപ്പമില്ല, അതങ്ങനെ മാറിക്കോളും. ഒന്ന് കിടന്നെണീറ്റാൽ രാവിലേക്ക് ഓക്കെ ആയിക്കോളും. കൃഷ്ണ കിടന്നോളൂ, അവൻ പറഞ്ഞു. അവളുടെ കയ്യിൽ അപ്പോൾ തലവേദനയ്ക്ക് പുരട്ടുന്ന ഒരു ബാമിന്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. എനിക്ക് തലവേദന വരുമ്പോൾ ഇതാ ഉപയോഗിക്കാറ്. അച്ഛൻ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാ. ഞാൻ തടവി തരട്ടെ? ബാം കയ്യിലെടുത്തു വെച്ചിട്ട് കുറച്ചു നേരമായി. പിന്നെ ഏട്ടൻ ഉറങ്ങിപ്പോയെങ്കിൽ ഉണർത്തണ്ട എന്ന് കരുതി കാത്തിരുന്നതാ, അവൾ പറഞ്ഞു. വളരെ നിഷ്കളങ്കതയോടെ വളരെ സൗമ്യതയോടെ അവൾ അത് പറഞ്ഞപ്പോൾ രാഹുൽ അവളെ ഒന്ന് നോക്കി. അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആളൊരു പാവമാണെന്ന് അവന് തോന്നി. ഇങ്ങ് തന്നേക്ക്, ഞാൻ തേച്ചോളാം, അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവൻ പറഞ്ഞു. അവൾ അപ്പോൾ ആ ബാമിന്റെ കുപ്പി അവന്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ അത് വാങ്ങി അതിൽ നിന്ന് അല്പമെടുത്ത് അവന്റെ നെറ്റിയിൽ തേച്ചു. ഇതാ, ഇത് മതി, ഇനി കൃഷ്ണ കിടന്നോളൂ, അവൻ അത് പറഞ്ഞ് അവൾക്കത് തിരിച്ചു നൽകി. അവൻ അത് കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവൾ അത് വാങ്ങി. ശേഷം അതിൽ നിന്ന് അല്പം കയ്യിലെടുത്ത് അവന്റെ മൂർത്താവിൽ തടവിക്കൊടുത്തു.
അവൾ അങ്ങനെ ചെയ്യുമ്പോൾ രാഹുൽ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി. എനിക്ക് വേദന വരുമ്പോൾ ഞാൻ ഇങ്ങനെയാ ചെയ്യാറ്. മൂർധാവിൽ അല്പം ഈ ബാം തേച്ചാൽ വേദനയ്ക്ക് പെട്ടെന്ന് ശമനം കിട്ടും, അവൾ അവനോട് പറഞ്ഞു. അവൻ അപ്പോൾ അവളെ തന്നെ ഒന്ന് നോക്കി. ശേഷം അങ്ങനെ കിടന്നു. അവൾ അപ്പോൾ ബാം മേശപ്പുറത്ത് വെച്ച് കട്ടിലിന്റെ ഒരു സൈഡിലായി കിടന്നു. രാഹുൽ തല പൊത്തിപ്പിടിച്ച് ഒരു വശത്തേക്കും അവൾ തൊട്ടിപ്പുറത്തായി അവനെ നോക്കിക്കൊണ്ടും കിടന്നു. പിറ്റേന്ന് നേരം പുലർന്നു. രാഹുലേട്ടാ, അവന്റെ പുറത്ത് തട്ടി അവൾ വിളിച്ചപ്പോഴാണ് രാഹുൽ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നുണർന്നത്. രാഹുൽ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടു, കുളി കഴിഞ്ഞ് തലയിൽ ഒരു തോർത്തുമുണ്ടൊക്കെ കെട്ടി നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെയായി നിൽക്കുന്ന ആ സുന്ദരി പെണ്ണിനെ. ഒരു നിമിഷം ദേവി മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ രാഹുൽ ഒന്ന് കണ്ണു തുറന്ന് അവളെ തന്നെ നോക്കിപ്പോയി. രോഗിയാണെങ്കിലും അത്രമേൽ ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. ചന്ദന സോപ്പിന്റെയും പൗഡറിന്റെയും സുഗന്ധവും അവളുടെ വെളുത്ത മുഖത്തിന്മേൽ തെളിഞ്ഞു കാണുന്ന ചുവപ്പ് വട്ടപ്പൊട്ടും ചന്ദനക്കുറിയും അവളുടെ വെളുപ്പിനെ ഒന്നുകൂടി എടുത്തറിയിക്കുന്ന കറുപ്പ് ചുരിദാറുമൊക്കെയായി അതീവ സുന്ദരിയായിരുന്നു കൃഷ്ണ. കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി നിൽക്കുന്ന അവളെ രാഹുൽ ഒരു നിമിഷം അങ്ങനെ നോക്കിപ്പോയി. അവളുടെ ചുണ്ടിലപ്പോൾ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്തോ ആ നിഷ്കളങ്കമായ ചിരിക്കും ആ മുഖത്തിനും വല്ലാതെ ഐശ്വര്യമുള്ളതായി രാഹുലിന് തോന്നി. ഒരു പക്ഷേ തന്റെ അതുല്യയേക്കാൾ എത്രയോ ഏറെ. സമയം 8 മണി കഴിഞ്ഞു രാഹുലേട്ടാ. ഞാൻ നേരത്തെയൊക്കെ വിളിക്കാമെന്ന് കരുതി, പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവൾ ആ ചായക്കപ്പ് രാഹുലിന് നേരെ നീട്ടി. അവൻ അപ്പോൾ വേഗം പുതപ്പിനിടയിൽ നിന്ന് എണീറ്റു. അമ്മയും 2 പെങ്ങന്മാരും ഒക്കെ സ്ത്രീകളായ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് വരെ ആരും തന്റെ മുറിയിലേക്ക് തനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് തന്നിട്ടില്ല. പെങ്ങന്മാർക്കും അമ്മയ്ക്കും വേണ്ടി വലിയ പ്രാരാബ്ദങ്ങൾ അത്രയും തലയിലേക്ക് എടുത്തു വെച്ച് എന്നോ ജീവിക്കാൻ തുടങ്ങിയവനാണ് താൻ. പക്ഷേ ജീവിതത്തിൽ ആദ്യമായാണ് ബെഡ് കോഫി എന്നൊക്കെ പറയുന്ന സാധനം കിടക്കയിലേക്ക് കിട്ടുന്നത്. ഒരു ചെറിയ ചിരി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ ചായക്കപ്പ് വാങ്ങി. അവൾ അപ്പോൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അച്ഛൻ വരുന്നുണ്ട് രാഹുലേട്ടാ, ഇന്ന് നേരത്തെ ഫോൺ വിളിച്ചിരുന്നു. നമ്മളെ വിരുന്നിന് വിളിക്കാൻ വേണ്ടി വരികയാ, കൃഷ്ണ അപ്പോൾ രാഹുലിനോട് പറഞ്ഞു. ആണോ, എത്താനായോ? രാഹുൽ അപ്പോൾ ചോദിച്ചു. ഇല്ല, കുറച്ചുകൂടെ കഴിയും, കൃഷ്ണ പറഞ്ഞു. ആണോ, എന്നാൽ ഞാൻ എണീക്കട്ടെ, പോയി ഫുഡ് വാങ്ങിക്കാം. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ പണി ഒതുക്കാനുള്ളത് കൊണ്ട് അമ്മയ്ക്ക് വെച്ചുണ്ടാക്കാൻ കഴിയുന്നുണ്ടാവില്ല. മാത്രമല്ല അമ്മയ്ക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയുകയുമില്ല. നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും നല്ല ഫുഡ് വാങ്ങാം. അദ്ദേഹത്തിനോട് മാന്യത കാണിക്കണമെന്ന് രാഹുലിന് അറിയാമായിരുന്നു. കാരണം തന്റെ മനസ്സിൽ ഒരു നാടക വിവാഹമാണെങ്കിലും അതൊന്നും അറിയാതെ മോളെ കെട്ടിച്ചു തന്ന മനുഷ്യനാണ്. രാഹുൽ അവിടെ ഇരുന്ന് ചായ കുടിച്ചു തീർത്ത ശേഷം കപ്പ് അവൾക്ക് നൽകി. എന്നിട്ട് വേഗം കട്ടിലിൽ നിന്ന് എണീറ്റു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, അത് പറഞ്ഞ് അലമാര തുറന്ന് അതിൽ നിന്നൊരു തോർത്തും ട്രൗസറും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഷവർ തുറന്ന് ഓണാക്കി സന്തൂർ സോപ്പിട്ട് നന്നായി ഒന്ന് കുളിച്ചു. ശേഷം ആ ട്രൗസർ ധരിച്ച് തല തോർത്തിക്കൊണ്ട് തന്നെ പുറത്തേക്ക് വന്നപ്പോൾ കൃഷ്ണയുണ്ടായിരുന്നു മുറിയിൽ. അവൾ അവിടെ കിടക്കയിൽ വെച്ച് അവന്റെ ഷർട്ടും പാന്റും ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതും രാഹുൽ ആ കാഴ്ചയാണ് കണ്ടത്. അത്രയും വലിയ കോടീശ്വരനായ ആളുടെ മോളാണ്, അതും തന്റെ മുതലാളിയുടെ. അവൾ തന്റെ വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം തല തോർത്തിക്കൊണ്ടിരുന്ന രാഹുലിന്റെ കൈ തലയിൽ സ്റ്റെക്കായി അങ്ങനെ നിന്നു. കൃഷ്ണ ഇതൊന്നും ചെയ്യേണ്ടതില്ലായിരുന്നു, എന്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് അയൺ ചെയ്യാറ്, ഞാൻ ചെയ്തോളാം. രാഹുൽ അത് പറഞ്ഞ് വേഗം അവൾക്കരികിലേക്ക് ചെന്നു. ഏയ് സാരമില്ല, അവൾ അത് പറഞ്ഞ് ഇസ്തിരിയിട്ട ഷർട്ട് അവന് നേരെ നീട്ടി. അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി. എന്നിട്ട് ഷർട്ട് കയ്യിൽ വാങ്ങി. താൻ ഇസ്തിരിയിടുന്നതിലും എത്രയോ നന്നായി ചെയ്തിട്ടുണ്ട്. രാഹുൽ ഷർട്ടിലേക്കൊന്ന് നന്നായി നോക്കി. ജീൻസ് ഇസ്തിരിയിട്ട് കഴിഞ്ഞതാ കേട്ടോ, എടുത്തോളൂ. അവൾ അത് പറഞ്ഞ് ഇസ്തിരിപ്പെട്ടി അവിടെ ഉണ്ടായിരുന്ന മേശപ്പുറത്ത് കൊണ്ടുവച്ചു. രാഹുൽ അപ്പോൾ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഷർട്ടിന് അതിന്റെ ബട്ടൺ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണ അവൻ അരികിലേക്ക് വന്നത്. രാഹുലേട്ടാ, അവൾ വിളിച്ചു. എന്തേ? അവൻ അവളെ നോക്കി. ഞാനൊരു സാധനം തന്നാൽ രാഹുലേട്ടൻ വാങ്ങുമോ? അവൾ ചോദിച്ചപ്പോൾ രാഹുൽ കാര്യം എന്താണെന്നറിയാതെ അവളെ തന്നെ വീണ്ടും ഒന്ന് നോക്കി. അവൾ അപ്പോൾ അലമാര തുറന്നു. അതിൽ അവളുടെ കല്യാണ മേക്കപ്പ് ഒക്കെ കൊണ്ടുവന്ന വലിയൊരു പെട്ടിയുണ്ടായിരുന്നു. അത് തുറന്ന് അതിൽ നിന്ന് ഒരു കുഞ്ഞു ബോക്സ് എടുത്തു. അതിലപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ആൺകുട്ടികൾ കയ്യിൽ അണിയുന്ന വിധത്തിലുള്ള നല്ല അതിമനോഹരമായ ഒരു ബ്രേസ്ലെറ്റ്. ആ ബ്രേസ്ലെറ്റ് അവൾ അവന് നേരെ നീട്ടി. ഇതെന്റെ അച്ചമ്മ മരിക്കുന്നതിന് മുൻപ് തന്നതാ. അച്ചമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ വിവാഹം കാണാൻ. പക്ഷേ പെട്ടെന്ന് കിടപ്പിലായി മരിക്കുന്ന അവസ്ഥയിലായപ്പോൾ അച്ഛനെ കൊണ്ട് ഒരു ദിവസം ഇത് വാങ്ങിച്ചു. എന്നിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോൾക്കൊരു നല്ല ജീവിതമുണ്ടാകും. മോളുടെ ഭർത്താവിനെ കാണാൻ അച്ചമ്മ ബാക്കി കിടക്കുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എന്നെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അച്ചമ്മയുടെ സമ്മാനമായി മോളിത് മോളുടെ ഭർത്താവിന് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നെ ഏൽപ്പിച്ചതാ. ഞാനിത് കെട്ടി തന്നോട്ടെ രാഹുലേട്ടന്റെ കയ്യിൽ? അവൾ ചോദിച്ചപ്പോൾ രാഹുൽ ഒരു നിമിഷം അവളെ തന്നെ നോക്കുകയായിരുന്നു.
പാവം, ഈ വിവാഹം ഒരു നാടകമാണെന്ന് ഇവൾക്കറിയില്ലല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവൾ മരിച്ചു പോകുമെന്നൊന്നും ഈ പാവത്തിനറിയില്ലല്ലോ. പൈസ വാങ്ങി നടത്തിയ വിവാഹമാണെങ്കിലും അവൾ തന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. രാഹുലിന് തോന്നി, എന്തോ അവളോട് വല്ലാത്തൊരു പാവം തോന്നുന്നുണ്ടായിരുന്നു അവനപ്പോൾ. രാഹുൽ അവളുടെ ആഗ്രഹത്തിനെതിര് പറഞ്ഞില്ല. അവൻ അവന്റെ കൈ അവൾക്ക് നേരെ നീട്ടി. അവൾ അപ്പോൾ മെല്ലെ അതെടുത്ത് അവന്റെ കയ്യിൽ കെട്ടി കൊളുത്തിട്ടു. കൊളുത്തമർന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവൾ അത് പറഞ്ഞ് അവന്റെ കൈക്ക് നേരെ അവളുടെ മുഖം കൊണ്ട് ചെന്ന് പല്ലുകൊണ്ട് മെല്ലെ ഒന്ന് ആ കൊളുത്ത് കടിച്ചമർത്തി മുറുക്കി കൊടുത്തു. രാഹുൽ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. വളരെ വിനയമുള്ള, വളരെ പാവം ഒരു പെൺകുട്ടിയാണ് അവളെന്ന് അവന് തോന്നി. അവളുടെ സ്വഭാവവും സംസാരവും രീതികളും ഒക്കെ കാണുമ്പോൾ ആർക്കും ഒന്ന് തലോടാൻ തോന്നിപ്പോകും. അവൾ അത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ രാഹുൽ അവളെ തന്നെ ഒന്ന് നോക്കി. നന്നായിട്ടുണ്ട്, താങ്ക്സ്, അവൻ അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ അവനെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചു. ഞാൻ എൻ്റെ ഒരു ചെയിൻ അമ്മയ്ക്ക് കൊടുത്തോട്ടെ രാഹുലേട്ടാ? അവൾ അപ്പോൾ അവനോട് ചോദിച്ചു. അമ്മയ്ക്കോ? എന്തിന്? അമ്മ നിന്നോട് ചെയിൻ ചോദിച്ചോ? രാഹുൽ അവളോട് ചോദിച്ചു. ഇല്ല, അമ്മ ചോദിച്ചിട്ടില്ല. അമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് സ്വർണമല്ലെന്ന് കണ്ടപ്പോൾ തോന്നി. അമ്മയ്ക്ക് ഞാനൊരു ചെയിൻ തന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഏറെ സന്തോഷമായി. എന്റെ ഗോൾഡിന്റെ കൂട്ടത്തിൽ ഒരു സാധാ ലോങ് ചെയിൻ ഉണ്ട്. രാഹുലേട്ടൻ ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തോട്ടെ? അവൾ അത് ചോദിച്ചപ്പോൾ രാഹുൽ അവളെ മനസ്സിലാക്കാനാവാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അവളെന്ന പെണ്ണിനെ അവന് വായിച്ചെടുക്കാൻ പോലും ആവുന്നില്ലായിരുന്നു. അത്രയും കാശുകാരിയായിട്ടും ഇത്രയും താഴ്മയുള്ള ഒരു കുട്ടി. രാഹുൽ ഒരു നിമിഷം അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. എല്ലാം തന്നോട് ചോദിച്ചിട്ടാണ് അവൾ ചെയ്യുന്നത്, അതും അത്ര വിനയത്തോടെ. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവൾ ഒന്നുകൂടി അവനോട് ചോദിച്ചു, ഞാൻ കൊടുത്തോട്ടെ ഏട്ടാ? വീണ്ടും അവൾ അത് ചോദിച്ചപ്പോൾ അവനൊന്ന് മെല്ലെ തലയാട്ടി. അവൻ സമ്മതം പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു. അത് കഴിഞ്ഞ് രാഹുൽ ചായ കുടിക്കാനായി ചെന്നു. അപ്പോഴേക്കും അടുക്കളയിൽ ചെന്ന് അമ്മയ്ക്ക് സ്വർണ്ണ ചെയിൻ കൊടുത്ത ശേഷം കൃഷ്ണ തിരികെ വന്നിരുന്നു. രാഹുലിന് ഭക്ഷണമൊക്കെ എടുത്തു നൽകിയത് അവളാണ്. കൃഷ്ണ കൂടി ഇരിക്കൂ, രാഹുൽ അവളോട് പറഞ്ഞു. അവളും അപ്പോൾ അവൻ അരികിലിരുന്നു. രണ്ടുപേരും അവിടെ ഇരുന്ന് ചായ കുടിച്ചു. രാഹുലിന്റെ ഫോൺ അപ്പോൾ അകത്തു നിന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. റിങ് കേട്ടപ്പോൾ രാഹുൽ ഒന്ന് റൂമിലേക്ക് തിരിഞ്ഞു നോക്കി. ഫോൺ റിങ്ങുണ്ട്, എടുത്തു തരണോ? അവൾ അപ്പോൾ ചോദിച്ചു. വേണ്ട, അർജന്റ് കേസ് ഒന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ചായ കുടിച്ചു കഴിഞ്ഞ് രാഹുൽ പുറത്തേക്ക് പോകാനായി പേഴ്സ് എടുക്കാനായി റൂമിലേക്ക് ചെന്നപ്പോൾ ഫോൺ എടുത്തു നോക്കി. അതപ്പോൾ അതുല്യയുടെ കോളായിരുന്നു. അവൻ അതൊന്ന് സൈലന്റ് ചെയ്തിട്ട് ഉമ്മറത്തേക്ക് ചെന്നു. ചോറും കറിയും ഒക്കെ എന്തായാലും ഇവിടെ ഉണ്ടാക്കുമല്ലോ, ഞാൻ പോയിട്ട് ബിരിയാണിയും മറ്റും വാങ്ങിയിട്ട് വരാം. രാഹുൽ അത് പറഞ്ഞ് അവന്റെ ബൈക്കിൽ കയറി. അവൻ പോകുന്നത് ആ ഉമ്മറക്കോലായിൽ നിന്ന് അവൾ നോക്കിക്കണ്ടു. ബൈക്ക് റോഡിലിറങ്ങി അല്പം മുന്നോട്ട് ചെന്നപ്പോൾ അവൻ ഫോൺ എടുത്ത് അതുല്യയെ വിളിച്ചു. ശേഷം അവളോട് സംസാരിച്ചുകൊണ്ടാണ് അവൻ റെസ്റ്റോറന്റ് വരെ പോയത്. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ സാധനങ്ങളൊക്കെയായി തിരിച്ചെത്തി. ഒരു 12 മണിയോടെ കൃഷ്ണയുടെ അമ്മയും അച്ഛനും വിരുന്നിന് വിളിക്കാനായി വീട്ടിലേക്കെത്തി. നാടക കല്യാണമായതുകൊണ്ട് തന്നെ രാഹുലിന്റെ പെങ്ങന്മാരും അളിയനുമൊക്കെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തലേന്ന് രാത്രി തന്നെ തിരിച്ചു പോയിരുന്നു. അമ്മയും രാഹുലും കൃഷ്ണയും മാത്രമേ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കൃഷ്ണയുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ രാഹുലിന്റെ അമ്മയും രാഹുലും അവരെ നന്നായി സ്വീകരിച്ചു. കൃഷ്ണയും അവിടെ നല്ല സന്തോഷത്തിലായിരുന്നു. അവളുടെ മുഖം അങ്ങനെ ചിരിച്ചുകൊണ്ട് കണ്ടപ്പോൾ അച്ഛന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞു. തലേന്ന് വരെ കുട്ടിക്കളി മാത്രം കളിച്ചു നടന്ന പെൺകുട്ടിയല്ല അവളിപ്പോൾ എന്ന് അച്ഛന് തോന്നി. കല്യാണവും ഒരു ഭാര്യ എന്ന ജീവിതവുമെല്ലാം അവൾ നന്നായി എൻജോയ് ചെയ്യുന്ന പോലെ അച്ഛൻ അനുഭവപ്പെട്ടു. എത്ര കാലത്തേക്ക് എന്റെ കുട്ടിയുടെ സന്തോഷം നീണ്ടു നിൽക്കും? എന്റെ മോൾക്ക് ആയുസ് കൂട്ടിക്കൊടുത്തേക്കണേ ദൈവമേ, കൃഷ്ണയുടെ അച്ഛൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. മോനൊന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ? അവര് ഭക്ഷണമെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ കൃഷ്ണയുടെ അച്ഛൻ രാഹുലിനോട് പറഞ്ഞു. എന്താ സാർ പറഞ്ഞോളൂ. രാഹുൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. നമുക്കൊന്നല്പം അങ്ങോട്ട് മാറി നിൽക്കാം, അദ്ദേഹം അപ്പോൾ രാഹുലിനോട് പറഞ്ഞു. രാഹുൽ അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തിന്റെ ഇടതു സൈഡിലുള്ള മാവിൻ ചുവട്ടിലേക്കാണ് അദ്ദേഹം അപ്പോൾ പോയത്. രാഹുലും അപ്പോൾ അദ്ദേഹത്തിന്റെ പിറകെ ചെന്നു. ആ മാവിൻ ചുവട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഒന്ന് നിന്നു. ശേഷം രാഹുലിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ വല്ലാതെ നിറഞ്ഞൊഴുകുകയായിരുന്നു. അത് കണ്ടപ്പോൾ രാഹുലിനാകെ വല്ലാതെയായി. സാർ എന്താ ഇത്? സാർ കരയാതിരിക്കൂ, രാഹുൽ അദ്ദേഹത്തിനോട് പറഞ്ഞു. എന്റെ മോളെ ഞാനിവിടെ ഇത്ര സന്തോഷത്തിൽ കാണുമ്പോൾ ഉണ്ടല്ലോ രാഹുൽ, എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പാവം, എന്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് വരുന്ന ഒരു മൈഗ്രെയിൻ തലവേദനയാണെന്ന് മാത്രമേ ആ പാവത്തിനറിയാവൂ. അത് അവളുടെ മരണവിളിയാണെന്നും രോഗിയാണെന്നും ഒന്നും എന്റെ മോൾക്കറിയില്ല. എത്ര കാലം എന്റെ കുട്ടിയെ കൺമുന്നിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കാണുന്നിടത്തോളം കാലം അവളെ പൊന്നുപോലെ നോക്കണേ മോനെ. അച്ഛൻ അത് പറഞ്ഞ് അവന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചു.
തന്നേക്കാൾ എത്രയോ പ്രായത്തിനു മൂത്ത ആൾ, അതും തന്റെ മുതലാളിയായ ഒരാൾ തന്റെ മുന്നിൽ അപേക്ഷ പോലെ പറഞ്ഞു കരയുന്നത് കണ്ടപ്പോൾ രാഹുലിന്റെ ഹൃദയം വല്ലാതെ ഒന്ന് നുറുങ്ങി. ഒരു നിമിഷം താൻ എത്ര വലിയ പാപമാണ് ഈ കുടുംബത്തോട് ചെയ്തതെന്ന് അവൻ ഓർത്തുപോയി. ഒരു കാമുകി ഉണ്ടായിരിക്കെ അത് മറച്ചുവെച്ച് അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചു. എന്നിട്ട് അവളുടെ മരണശേഷം മറ്റൊരു വിവാഹം കഴിക്കാനായി കാത്തിരിക്കുന്ന താൻ വലിയൊരു പാപി തന്നെയല്ലേ? അവൻ ഒരു നിമിഷം എന്തൊക്കെയോ ഓർത്തു. സുഖമില്ല എന്നതൊഴിച്ചാൽ കൃഷ്ണയെപ്പോലെ ഒരു പെൺകുട്ടിയെ ആരാണ് ആഗ്രഹിക്കാത്തത്? കാണാൻ എന്തു നല്ല കുട്ടിയാണവൾ. പോരാത്തതിന് അത്രമേൽ നിഷ്കളങ്കമായ സ്വഭാവവും അത്ര ഉയരത്തിലുള്ള പെൺകുട്ടിയാണെന്നുള്ള ഒരു അഹങ്കാരവും ഇല്ലാത്ത ഒരു പഞ്ചപാവം. കല്യാണം കഴിഞ്ഞൊരു ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും കൃഷ്ണയുടെ സൗന്ദര്യവും പെരുമാറ്റവും സംസാരവും ഒക്കെ അവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. പോരാത്തതിനിപ്പോൾ അച്ഛന്റെ അപേക്ഷിച്ചുകൊണ്ടുള്ള കരച്ചിലുകൂടെ കണ്ടപ്പോൾ അവൻ എല്ലാം കൂടെ എന്തോ പോലെയായി. സാർ കണ്ണു തുടയ്ക്കൂ സാർ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിഷമിപ്പിക്കില്ല, ഒരിക്കലും വിഷമിപ്പിക്കില്ല അവളെ. രോഗവിവരമൊന്നും അവൾ ഒരിക്കലും അറിയുകയുമില്ല. ഒന്നും സംഭവിക്കില്ല സാർ, കൃഷ്ണയ്ക്ക് ദീർഘായുസ്സുണ്ടാകും, നമുക്ക് പ്രാർത്ഥിക്കാം. രാഹുൽ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം രാഹുലിന്റെ മുഖത്തേക്കൊന്ന് നന്നായി നോക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, രാഹുലിനറിയാമോ, എന്റെ മോൾ അത്രയ്ക്ക് പാവമാ. പാവമെന്ന് പറഞ്ഞാൽ പഞ്ചപാവം. ഞാൻ രാഹുലിനെ ഒരിക്കലും ചെറുതാക്കി പറയുകയല്ല കേട്ടോ. രാഹുൽ നല്ലവനാണ്, നല്ല മോനാണ്, ഒക്കെ എനിക്കറിയാം. 4-5 വർഷമായില്ലേ രാഹുൽ എന്റെ ഷോപ്പിൽ ജോലി ചെയ്യുന്നു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ മോളെ രാഹുലിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചത്. അവളുടെ മരണം വരെ അവൾ സന്തോഷമായിരിക്കണം, അത് മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും ഞാൻ അവൾക്കൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും അത് ഷോപ്പിൽ ജോലി ചെയ്യുന്ന രാഹുലാണെന്നും ഞാൻ അവളോട് പറഞ്ഞപ്പോൾ എന്റെ മോൾ ഒന്നും എതിർത്ത് പറഞ്ഞില്ല. എന്റെ പെങ്ങളുടെ മക്കളും അവളുടെ അമ്മയുടെ ആങ്ങളയുടെ മക്കളും തുടങ്ങി അവളുടെ കസിൻസ് ഒരുമാതിരിപ്പെട്ടവരൊക്കെ അമേരിക്കയിലുള്ളവരെയും ലണ്ടനിലുള്ളവരെയും ഒക്കെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. എല്ലാവരും അവിടെ സെറ്റിൽഡ് ആണ്. മോളും ആദ്യം പറയുമായിരുന്നു വിദേശത്ത് എവിടെയെങ്കിലും പോയി സെറ്റിൽഡ് ആവണമെന്നൊരു കുഞ്ഞാഗ്രഹം. പക്ഷേ അവളെ അങ്ങോട്ടൊന്നും വിവാഹം കഴിപ്പിച്ചു വിടാനുള്ള അവസ്ഥയല്ലല്ലോ ഇപ്പോൾ. അച്ഛൻ മോൾക്ക് വേണ്ടി ഒരു വിവാഹം ആലോചിച്ചിട്ടുണ്ട് എന്നും അത് രാഹുലാണെന്നും ഞാൻ പറഞ്ഞപ്പോൾ എന്റെ മോൾ അവളുടെ ആഗ്രഹങ്ങളൊക്കെ മറന്നുകൊണ്ട് അതിന് സമ്മതം മൂളി. അന്ന് എന്റെ കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് നല്ലതേ തരുമെന്ന് എനിക്കറിയാമെന്ന്. അപ്പോഴും ഞാൻ ചോദിച്ചിരുന്നു, മോൾക്ക് വേറെ വല്ല ആഗ്രഹവും ഉണ്ടോ എന്ന്. ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞു. അച്ഛൻ പറയുന്ന ഏതു ബന്ധത്തിനും എന്റെ മോള് തയ്യാറാണെന്ന് അവൾ സമ്മതം മൂളി. വിവാഹം നിശ്ചയിക്കാൻ ആദ്യമായി ഞാൻ ഇവിടെ വന്ന ശേഷം ഈ വീടെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോഴും ഞാൻ ചിന്തിച്ചു, അത്ര വലിയൊരു വീട്ടിൽ വളർന്ന കുട്ടി ചെറിയൊരു വീട്ടിലേക്ക് വരാൻ താല്പര്യപ്പെടുമോ എന്ന്. രാഹുലിനും അവൾക്കും താമസിക്കാൻ വേറൊരു വീടെടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പുതിയ വീട് ഏതെങ്കിലും വാങ്ങിയാൽ മതിയല്ലോ. എന്നാൽ ഞാൻ അത് അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. രാഹുലിന്റെ കൂടെ രാഹുലിന്റെ വീട്ടിൽ ജീവിച്ചോളാമെന്ന് എന്റെ മോള് പറഞ്ഞു. കുഞ്ഞിലെ അവൾ അങ്ങനെയാണ്, ഏത് സാഹചര്യവുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരും. എന്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രാഹുൽ. പശുവിന് പുല്ല് പറിക്കാൻ പോയിട്ടും പാല് വിറ്റിട്ടും കൊപ്രാക്കളത്തിൽ പണിയെടുത്തിട്ടുമൊക്കെയാണ് എന്റെ ബാല്യകാലം കഴിഞ്ഞുപോയത്. പിന്നീട് ജീവിതത്തിൽ വാശി കയറി. ബന്ധുക്കാരും സ്വന്തക്കാരുമൊക്കെ നമ്മളെ ഒന്നിനും കൊള്ളാത്തവരായി താഴ്ത്തിക്കെട്ടി കാണാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന വാശി കയറി. എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് ഇന്നീ കാണുന്നതൊക്കെ ഞാൻ സമ്പാദിച്ചത്. കല്യാണം കഴിഞ്ഞ് എന്റെ മോള് ജനിച്ച ശേഷം ശരിക്കും ഞങ്ങളുടെ ഭാഗ്യമായിരുന്നു. ഒന്നിനും ഒരു കുറവും അതിനുശേഷം ഞങ്ങൾക്ക് വന്നിട്ടില്ല. വെച്ചടി കയറ്റമായിരുന്നു. അത്രമേൽ സൗഭാഗ്യങ്ങളല്ലാതെ മറ്റൊന്നും എന്റെ കുഞ്ഞുണ്ടായ ശേഷം വന്നിട്ടില്ല. എല്ലാം ഉണ്ടായിട്ടും ഞാൻ അവളെ ലളിതമായി ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ആ ലാളിത്യം അവളുടെ ജീവിതത്തിൽ ഇപ്പോഴുമുണ്ട്. തലവേദന അവൾക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്. അവളെ അറിയിച്ചിട്ടില്ല ഇതുവരെ. റിപ്പോർട്ടുകളൊന്നും അവളെ കാണിച്ചിട്ടുമില്ല. ഒരുതരം തലവേദനയുടെ കൂടിയ വേഷനാണെന്ന് മാത്രമേ അവൾക്കറിയാവൂ. വേദന വരുമ്പോൾ തലയിൽ തുണി കെട്ടിവെച്ച് കമഴ്ന്നു കിടക്കും എന്റെ മോള്. മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്താലും മാറാൻ കുറെ സമയമെടുക്കും. എത്ര കാലം എന്റെ മോള് ജീവനോടെ ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ ജീവനുള്ളിടത്തോളം കാലം രാഹുലിനെ എന്റെ മോള് ജീവനായി സ്നേഹിക്കും കേട്ടോ. അത്രയ്ക്ക് പാവമാണ് എന്റെ പൊന്നുമോള്. അത് പറഞ്ഞ് അദ്ദേഹം അവന്റെ മുന്നിൽ പൊട്ടിക്കരയുമ്പോൾ രാഹുലിന്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞിരുന്നു. അച്ഛനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരു ദിവസം കൊണ്ടാണെങ്കിൽ പോലും കൃഷ്ണയോട് വല്ലാത്തൊരടുപ്പം അവനും തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര കാലം കൂടെ ഉണ്ടായിരുന്ന മോളൊരസുഖം വന്ന് മരണപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ ഒരച്ഛൻ അത് താങ്ങാനാകുമോ? ഒരിക്കലുമില്ല. രാഹുൽ അദ്ദേഹത്തിന്റെ തോളിൽ അപ്പോൾ പതുക്കെ അവന്റെ കൈ ചേർത്തു വെച്ചു. സാർ കരയരുത്, കൃഷ്ണയ്ക്കൊന്നും സംഭവിക്കില്ല, പൊന്നുപോലെ നോക്കിക്കോളും ഞാൻ അവളെ. അവൻ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി.
അത് കേട്ടാൽ മതി മോനെ, എനിക്കത് മാത്രം കേട്ടാൽ മതി. അത് പറഞ്ഞ് അച്ഛൻ രാഹുലിനെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണർന്ന് ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് കൃഷ്ണയും അമ്മയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. ആഹാ, അമ്മായിയച്ഛനും മരുമോനും ഇവിടെ കെട്ടിപ്പിടിച്ച കരച്ചിലാണോ? കൃഷ്ണയുടെ സംസാരം കേട്ടപ്പോഴാണ് അവർ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയത്. ചുണ്ടിൽ ഒരു കുറുമ്പുള്ള ചിരിയുമായി ആ സുന്ദരി പെൺകുട്ടി അവർക്കരികിലേക്ക് വന്നു. അച്ഛൻ ഇങ്ങനെയാണ്, ഞാൻ വിട്ടുനിന്നാൽ അപ്പോൾ അച്ഛന്റെ കണ്ണു നിറയും. കോളേജ് ടൂറൊക്കെ പോകുമ്പോൾ അച്ഛൻ രാത്രി എന്നെ വിളിക്കുമ്പോൾ അച്ഛന്റെ സ്വരമിടറുമായിരുന്നു. അച്ഛനെ കാണാതെ ഞാൻ അങ്ങനെ അധികം നിന്നിട്ടില്ല ഇതുവരെ. അച്ഛൻ എന്നെ കാണാതെയും. കൃഷ്ണ അവിടേക്ക് വന്നു പറഞ്ഞപ്പോൾ രാഹുൽ വേഗത്തിൽ അവന്റെ കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. രാഹുലേട്ടൻ എന്തിനാ കരഞ്ഞത്? കൃഷ്ണ അപ്പോൾ അവനോട് ചോദിച്ചു. ഞാൻ കരഞ്ഞൊന്നുമില്ലല്ലോ, മുഖത്തോട്ട് കാറ്റടിച്ചപ്പോൾ കണ്ണിൽ എന്തോ കരട് പോയതാ. അച്ഛൻ നിന്നെ പിരിഞ്ഞു നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ സമാധാനിപ്പിച്ചതായിരുന്നു. ഇവിടെ ഒന്നും പേടിക്കാനില്ലെന്ന് പറയുകയായിരുന്നു, രാഹുൽ പറഞ്ഞു. കൃഷ്ണ അപ്പോൾ അവനരികിലേക്ക് വന്നു. എന്നിട്ട് കരട് പോയോ രാഹുലേട്ടാ? അവൾ ചോദിച്ചു. അത് പോയി. കൃഷ്ണ അവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ രാഹുൽ കണ്ണൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്തിനാ കരഞ്ഞു വെറുതെ അവനെ കൂടെ ടെൻഷനാക്കിയത്? കൃഷ്ണയുടെ അമ്മ അപ്പോൾ അച്ഛനോട് ചോദിച്ചു. ഏയ്, അതൊന്നുമില്ലടി, ഞാൻ മോളെ പിരിഞ്ഞു നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു. എന്നാ അച്ഛനും അമ്മയും പോയിട്ട് വരട്ടെ മോളെ. നാളെയോ മറ്റന്നാളോ നിങ്ങൾ അങ്ങോട്ട് വാ കേട്ടോ. 2 ദിവസം താമസിച്ചിട്ട് തിരികെ പോരാം. അച്ഛൻ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ കൃഷ്ണ അച്ഛനെ നോക്കി മനസ്സ് തുറന്നു ചിരിച്ചു. ശേഷം അവൾ അച്ഛന്റെ കുഞ്ഞു കുട്ടിയായി പൊന്നോമനയായി അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് ചാഞ്ഞു. അച്ഛനും മോളും പരസ്പരം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് രാഹുൽ അവിടെ നിന്ന് നോക്കിക്കണ്ടു. കുറച്ചു നേരം കൂടെ അവിടെ നിന്ന് കളി പറയുകയും സംസാരിക്കുകയും എല്ലാം കഴിഞ്ഞ ശേഷം അച്ഛനും അമ്മയും തിരികെ പോയി. അവരുടെ കാർ വീട്ടുമുറ്റത്ത് നിന്ന് റോഡിലേക്ക് കയറുവോളം രാഹുലും കൃഷ്ണയും അവിടെ നിന്ന് അവർക്ക് ടാറ്റ കാണിച്ചു. കാറിൽ ഇരുന്നു കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛന്റെ മനസ്സിൽ പൂർണ്ണ തൃപ്തിയുണ്ടായിരുന്നു. മോളെ നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോയത്. സമയം സന്ധ്യയായി. വീട്ടിൽ അന്ന് വിളക്ക് വെച്ചത് കൃഷ്ണയാണ്. രാഹുൽ മുറ്റത്തു നിന്ന് ആരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണ കയ്യിൽ നിലവിളക്കുമായി ഉമ്മറത്തേക്ക് വന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നിലവിളക്ക് പിടിച്ചു നിൽക്കുന്ന അവളെയാണ് രാഹുൽ കണ്ടത്. ശരിക്കു പറഞ്ഞാൽ ആ നിലവിളക്കിനേക്കാൾ ശോഭ അവൾക്കുള്ളതായി അവൻ അപ്പോൾ തോന്നി. രാഹുൽ അപ്പോൾ ആ വിളക്കൊന്ന് തൊട്ടു തൊഴുതു. ശേഷം അവൻ ഫോണിൽ ആരോടോ കാര്യമായി സംസാരിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് കോൾ കട്ടായ ശേഷം അവൻ ഉമ്മറത്തേക്ക് കയറി. അമ്മ ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു. അപ്പോൾ അമ്മയ്ക്കരിയിലായി കൃഷ്ണയും ഇരിപ്പുണ്ട്. കൃഷ്ണ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകാനുണ്ട്. രാഹുൽ അപ്പോൾ ഒരു വെപ്രാളത്തോടെ പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് ഇപ്പൊ വരാം കേട്ടോ. എന്റെ ഒരു കൂട്ടുകാരനൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണ്. അവനാണ് എന്നെ വിളിച്ചത്. നീ കണ്ടു കാണും, അഖിലേഷ് ഇന്നലെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ അവളോട് പറഞ്ഞു. കൃഷ്ണ അപ്പോൾ TVക്ക് മുന്നിൽ നിന്ന് പെട്ടെന്ന് നോട്ടം മാറ്റി രാഹുലിനെ നോക്കി. എന്തു പറ്റി രാഹുലേട്ടാ, എന്താ ഉണ്ടായത്? അവൾ ചോദിച്ചു. അറിയില്ല, അവൻ ബുള്ളറ്റിൽ വരുമ്പോൾ ഏതോ ഒരു ലോറി തട്ടിയതാണെന്നാ പറഞ്ഞത്. അവനാണ് എന്നെ വിളിച്ചത്. ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബോധമുണ്ട്, പക്ഷേ കൈക്കും കാലിനുമെല്ലാം ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വേഗം വരാം. രാഹുൽ അത് പറഞ്ഞ് മുറിയിലേക്ക് ഡ്രസ്സ് മാറാനായി ചെന്ന് ഒരു കറുപ്പ് ഷർട്ടും പാന്റും വേഗത്തിൽ എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ പിറകെ കൃഷ്ണയും ഉണ്ടായിരുന്നു. അമ്മ അപ്പോഴും TVക്ക് മുൻപിൽ തന്നെ ആയിരുന്നു. രാഹുലിന്റെ അമ്മ അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു. അവൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും വരികയാണെങ്കിലും ആ കാര്യങ്ങളൊന്നും അധികം മൈൻഡ് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ അമ്മയോട് പറയാനും നിന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറി. ബൈക്ക് എടുത്തു പോകുമ്പോൾ ഉമ്മറത്ത് നിൽക്കുന്ന കൃഷ്ണയെ ഒന്ന് നോക്കി. അവളുടെ ആ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ അവൻ എന്തോ ഒരു വിഷമം തോന്നി. കൃഷ്ണയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ വെപ്രാളം രാഹുലിന്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. ആ പാവം പിടിച്ച പെണ്ണിനെ ചതിക്കാനാവാത്ത പോലെ. പോയിട്ട് വരാം കേട്ടോ, വേഗം വരാം, രാഹുൽ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. അവൾ അപ്പോൾ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി അവന് സമ്മാനിച്ചു. അകത്തേക്ക് പോയിക്കോ, പുറത്തു നിൽക്കണ്ട, നല്ല കൊതുകുണ്ട്. ചെല്ല്, ഞാൻ പോയിട്ട് വരാം. രാഹുൽ അത് പറഞ്ഞ് അവളോടൊന്ന് ചിരിച്ചു. അവളും അപ്പോൾ ഒന്നുകൂടെ അവനോട് ചിരിച്ചു. രാഹുലിന്റെ ബൈക്ക് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ നിന്നും പോയ രാഹുൽ രാത്രി ഏറെ വൈകിയാണ് തിരിച്ചെത്തിയത്. അവന്റെ ബൈക്ക് അവന്റെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ഉമ്മറത്തെങ്ങും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും കിടന്നോ? രാഹുൽ ഒരു സംശയത്തോടെ വീടിന്റെ ഉമ്മറത്തേക്ക് നോക്കി. ശേഷം ബൈക്ക് അവിടെ നിർത്തി ബൈക്കിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഉമ്മറത്തെ കോളിംഗ് ബെല്ലടിച്ചു. ആദ്യത്തെ ബെല്ല് കേട്ടപ്പോൾ ആരും വന്ന് വാതിൽ തുറന്നില്ല. അവൻ അപ്പോൾ രണ്ടാമതും മൂന്നാമതും നീട്ടി നീട്ടി ബെല്ലടിച്ചു. അപ്പോഴാണ് കൃഷ്ണ വന്ന് വാതിൽ തുറന്നത്. വാതിൽ തുറന്ന പാടെ അവൻ ഉമ്മറത്തെ ലൈറ്റിട്ടു. എന്തുപറ്റി, രണ്ടാളും ഉറങ്ങിപ്പോയോ? രാഹുൽ അപ്പോൾ അവളോട് ചോദിച്ചു. കൃഷ്ണയുടെ മുഖം അപ്പോൾ ആകെ വല്ലാതിരിക്കുന്നുണ്ടായിരുന്നു. കണ്ണിന്റെ താഴെയും മുകളിലുമൊക്കെയായി അല്പമൊന്ന് വീങ്ങിയ പോലെയുണ്ട്. ആകെ വാടി തളർന്നിരിക്കുന്ന അവളെ രാഹുൽ ഉമ്മറത്തേക്ക് കയറുമ്പോൾ ഒന്ന് നോക്കി.
എന്തുപറ്റി? മുഖം വല്ലാതിരിക്കുന്നു. രാഹുൽ അവളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് വയ്യേട്ടാ, തല വേദനിച്ചിട്ട് കിടക്കുകയായിരുന്നു. ഒന്നുറങ്ങിപ്പോയി. ഏട്ടൻ ഇപ്പോഴാണ് വരുന്നതല്ലേ? കൃഷ്ണ അവനോട് ചോദിച്ചു. അവളെ കണ്ടപ്പോൾ അവൾക്കൊട്ടും വയ്യ എന്ന് രാഹുലിന് മനസ്സിലായി. നേരത്തെ താൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന പോലെയേ അല്ലായിരുന്നു അവളുടെ മുഖം അപ്പോൾ. അവനൊന്നവളെ നന്നായി നോക്കി. കുറുമ്പോടെ ചിരിക്കുന്ന, നിഷ്കളങ്കമായി സംസാരിക്കുന്ന കൃഷ്ണയെ ആയിരുന്നില്ല അവനപ്പോൾ കാണാൻ കഴിഞ്ഞത്. അവൾ ആകെ വാടി തളർന്ന് ഒട്ടും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. തീരെ വയ്യാതിരിക്കുന്ന പോലുണ്ടല്ലോ കണ്ടിട്ട്. നിനക്ക് ഒട്ടും വയ്യല്ലേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? രാഹുൽ അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവനോട് തലയാട്ടി. എന്നാൽ ഇതൊന്നും അറിയാതെ രാഹുലിന്റെ അമ്മ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ അപ്പോൾ തന്നെ അവന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി വിളിച്ച് കൃഷ്ണയെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് അവൻ കൃഷ്ണയുടെ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. രാഹുലും കൃഷ്ണയും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും കൃഷ്ണയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് എത്തിയിരുന്നു. ഡോക്ടറോട് അച്ഛൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. കൃഷ്ണയ്ക്ക് വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ അപ്പോൾ തന്നെ അവരെടുത്തു. ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ കൃഷ്ണയ്ക്ക് വെട്ടിപ്പൊളിയുന്ന തലവേദനയിൽ നിന്ന് അല്പം ആശ്വാസം ലഭിച്ചു. അവൾ അങ്ങനെ കണ്ണുപൂട്ടി ഉറങ്ങുകയായിരുന്നു. അവളുടെ അരികിലായി അവളുടെ അച്ഛനും അമ്മയും രാഹുലുമുണ്ട്. വേദന വന്നാൽ കുട്ടിക്ക് സഹിക്കാൻ പറ്റാതാവുമ്പോൾ മുഖമൊക്കെ വീങ്ങും. അവളുടെ അച്ഛൻ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. പാവം. അവളുടെ കിടത്തം കണ്ടപ്പോൾ രാഹുലിനാകെ വല്ലാതെ ആവുന്നുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പോകുമ്പോൾ പോലും ചിരിച്ച് യാത്രയാക്കിയതാണ്. തിരികെ വന്നപ്പോഴേക്കും ഇതാണ് അവസ്ഥ. ഞാൻ എന്റെ ഫ്രണ്ടിനൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒന്ന് അവൻ വിളിച്ചിട്ട് പോയതായിരുന്നു അച്ഛാ. തിരിച്ചു വന്നപ്പോൾ അവൾക്ക് വയ്യെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. മുഖം കണ്ടിട്ട് പാവം വല്ലാതെ വേദന സഹിച്ച പോലുണ്ട്. രാഹുൽ അച്ഛനോട് പറഞ്ഞു. അതങ്ങനെയാ മോനെ, വേദന വന്നു കഴിഞ്ഞാൽ അല്പനേരം കൊണ്ട് തന്നെ വല്ലാതെ അധികമാവും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുട്ടിക്ക് അറിയില്ല തലവേദനയാണെന്ന പാവത്തിന്റെ വിചാരം. അച്ഛൻ അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി ഒന്ന് ഉറങ്ങി ഉണർന്നാൽ ശരിയാവും, അങ്ങനെയാ പതിവ്. അമ്മയും അമ്മയുടെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. രാഹുൽ അപ്പോൾ അവളെ നോക്കി അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ഫോൺ എടുത്തു നോക്കിയപ്പോൾ അതുല്യയാണ്. അവൻ അപ്പോൾ ഫോൺ സൈലന്റ് ചെയ്ത് പോക്കറ്റിൽ വെച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷവും ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. സൈലന്റ് മോഡിൽ ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വൈബ്രേഷൻ അവന്റെ പോക്കറ്റിൽ നിന്നുണ്ടായി. അവൻ എടുത്തു നോക്കിയപ്പോൾ വീണ്ടും അതുല്യ തന്നെയാണ്. ജീവിതത്തിൽ ആദ്യമായി രാഹുൽ അതുല്യയുടെ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോക്കറ്റിൽ വെച്ചു. അവന്റെ നോട്ടം അപ്പോഴും വീങ്ങി തുടുത്ത കൺപോളകളുമായി ഒന്നും അറിയാതെ ഉറങ്ങുന്ന കൃഷ്ണയുടെ മുഖത്തേക്കായിരുന്നു. അവൻ അവളോട് വല്ലാത്തൊരു പാവം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ കണ്ണുകൾ അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാതെ ഈറനണിയുന്ന പോലെ. പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു വിവാഹം വേണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ താൻ അതുല്യയുമായുള്ള എല്ലാ ബന്ധവും വേണ്ടെന്ന് വെച്ച ശേഷം ഇവളെ സ്വീകരിക്കണമായിരുന്നു. ഇതിപ്പോൾ വല്ലാത്തൊരു പാപമാണല്ലോ ദൈവമേ ഞാൻ ചെയ്തു പോയത്. ഈ പെൺകുട്ടിയെ ചതിക്കാൻ എനിക്ക് ആവുന്നില്ലല്ലോ. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ രാഹുലിന്റെ കണ്ണ് നിറയുകയായിരുന്നു. രാഹുലും അച്ഛനും അമ്മയും അവിടെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് രാഹുൽ പുറത്ത് ക്യാൻറ്റീനിൽ പോയി അച്ഛനും അമ്മയ്ക്കും ചായ വാങ്ങിക്കൊണ്ടുവന്നു കൊടുത്തു. അവൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അച്ഛനേറെ സന്തോഷം തോന്നി. അവര് മൂന്നാളും കൃഷ്ണയുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്ന് സമയം പോയി. പുലർച്ചെ ആകാനായപ്പോഴേക്കും കൃഷ്ണ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോഴേക്കും അവൾ രാഹുലിനെ നോക്കി ചിരിച്ചു. അവളുടെ ചിരി കണ്ടപ്പോൾ രാഹുലിന്റെ മനസ്സൊന്ന് തെളിഞ്ഞു. ഒപ്പം അച്ഛനും അമ്മയ്ക്കും ആശ്വാസമായി. എങ്ങനെയുണ്ട് കൃഷ്ണ ഇപ്പോൾ? രാഹുൽ വേഗം അവളുടെ അരികിലേക്ക് ചെന്ന് അവളോട് ചോദിച്ചു. അവൾ അപ്പോൾ രാഹുലിന്റെ കയ്യിലൊന്ന് മെല്ലെ പിടിച്ചു. ഈ തലവേദന എന്നെയും കൊണ്ടേ പോകൂ രാഹുലേട്ടാ. സഹിക്കാൻ പറ്റാത്ത വേദനയാ വരുന്നത്. കുറെ പച്ചമരുന്നുകളും ഹോമിയോയും ഒക്കെ കാണിച്ചു നോക്കി. ലാസ്റ്റ് ഇപ്പോൾ അലോപ്പതിയിലെത്തി. ഇഞ്ചക്ഷൻ എടുത്താൽ അല്പം ഒരു കുറവ് കിട്ടും. ഈ തലവേദന ഉള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറയുന്നത്. ഈ വേദനയെ ഓർത്തിട്ടാ ഇന്നലെ രാഹുലേട്ടന് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയാഞ്ഞത്. കാരണം ഈ വേദനയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാലോ. അവൾ അവനോട് പറഞ്ഞു. അവൻ അപ്പോൾ ദയയോടെ അവളെ തന്നെ നോക്കി. ശേഷം ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി അച്ഛൻ അവരെ കാറിൽ വീട്ടിൽ കൊണ്ടുവന്നു വിട്ടു. രാഹുലിന്റെ അമ്മ അപ്പോഴും അവര് വന്നതോ പോയതോ ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. കൃഷ്ണയെ റൂമിൽ കൊണ്ടുചെന്ന് കിടത്തി പോകാൻ ഇറങ്ങുമ്പോൾ അച്ഛൻ രാഹുലിനെ നോക്കി. പോയിട്ട് വരാം മോനൊന്ന് ശ്രദ്ധിച്ചോണേ. അച്ഛൻ രാഹുലിനോട് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചോളാം സാർ, നന്നായി ശ്രദ്ധിച്ചോളാം. രാഹുൽ പറഞ്ഞു. അവന്റെ പറച്ചിലിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവനതുള്ളിൽ തട്ടിയാണ് പറയുന്നത് എന്ന്. അദ്ദേഹം അപ്പോൾ അവന്റെ ഷോൾഡറിൽ ഒന്ന് തട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അവരുടെ കാർ പോയി കഴിഞ്ഞ ശേഷം രാഹുൽ ചെന്ന് വാതിൽ അടച്ചകത്തേക്ക് കയറി. കൃഷ്ണ അപ്പോൾ കട്ടിലിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് രാഹുൽ അവൾക്കരികിലേക്ക് ചെന്നു. കൃഷ്ണ ഇന്നലെ എനിക്ക് തന്ന ബാം എവിടെയാ വെച്ചത്? രാഹുൽ കൃഷ്ണയോട് ചോദിച്ചു. ദേ അവിടെ അലമാരയിലുണ്ട്, കൃഷ്ണ അവനോട് പറഞ്ഞു. രാഹുൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അലമാര വലപ്പ് തുറന്ന് അതിൽ നിന്ന് ബാം എടുത്ത് അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. ശേഷം ബാം കയ്യിലെടുത്ത് അവളുടെ നെറ്റിയിൽ തടവാൻ തുടങ്ങി.
ഒരു കുഞ്ഞു ചിരിയോടെ കൃഷ്ണ രാഹുലിനെ നോക്കി അങ്ങനെ കിടന്നു. അവൻ അപ്പോൾ അവൾ ഇന്നലെ പറഞ്ഞ പോലെ അല്പം മൂർധാവിലും നന്നായി തടവിക്കൊടുത്തു. ശേഷം അവന്റെ കൈകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്നുകൂടെ നന്നായി തടവി. എന്നിട്ട് ബാമിന്റെ മൂടിയിട്ട് ബാം അടച്ചു വെച്ചു. എന്നിട്ട് വീണ്ടും അവൾക്കരികിലേക്ക് വന്നിരുന്നു. പിന്നെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ട് ചേർത്ത് ഒരു കുഞ്ഞുമ്മ കൊടുത്തു. വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഒട്ടും പ്രതീക്ഷിക്കാതെ അവനത് ചെയ്തപ്പോൾ കൃഷ്ണയുടെ കണ്ണുകൾ വിടർന്നു. പുഞ്ചിരിയോടെ അവൾ അവനെ തന്നെ നോക്കി. സുഖായിട്ട് കിടന്നോട്ടോ, ഇപ്പൊ വേദനയ്ക്ക് മാറ്റമില്ലേ? അവൻ ചോദിച്ചു. ഉണ്ട്, കൃഷ്ണ പറഞ്ഞു. അമ്മ വന്നു നോക്കാത്തത് എന്താണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അമ്മ അങ്ങനെ ഒരു ടൈപ്പാണ്. എനിക്ക് വയ്യെങ്കിലും വന്നു നോക്കാറൊന്നുമില്ല. രാത്രി ഉറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കൂ. ഇപ്പൊ കണ്ടില്ലേ, കൃഷ്ണയ്ക്ക് വയ്യാതെ ആയതും നമ്മൾ പോയതും വന്നതും ഒന്നും അമ്മ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ തന്നെ പുറത്തേക്ക് വരികയുമില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഉറക്കമാണ് വലുത്. കൃഷ്ണയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും എന്റെ അവസ്ഥയും അതുതന്നെയാണ്. എന്ത് വയ്യായികയാണെങ്കിലും ഒറ്റയ്ക്ക് അത് വെച്ച് കിടക്കും. ഇപ്പോ കൃഷ്ണ വന്നതുകൊണ്ടല്ലേ എനിക്ക് കൂട്ടിനൊരാളുള്ളത്. ഇന്നലെ തന്നെ കൃഷ്ണ ഉള്ളതുകൊണ്ടല്ലേ ബാം തടവി തരികയൊക്കെ ചെയ്തത്. അതുകൊണ്ട് അമ്മയുടെ കാര്യം കൃഷ്ണ നോക്കണ്ട, കൃഷ്ണയ്ക്ക് ഞാനുണ്ടാകും. രാഹുൽ പറഞ്ഞു. ഞാൻ അമ്മയോട് ഏട്ടനെ വിളിക്കാൻ വേണ്ടി ഫോൺ നമ്പർ ചോദിച്ചിരുന്നു. അപ്പോൾ അമ്മയുടെ ഫോൺ കേടാണ്, നമ്പർ കാണാതെ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ഛനോട് നമ്പർ ചോദിച്ചാൽ അച്ഛൻ തലവേദനയാണെന്ന് അറിഞ്ഞാൽ വിഷമിക്കുമെന്ന് കരുതി ചോദിച്ചില്ല. കൃഷ്ണ പറഞ്ഞപ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടി. കാരണം അമ്മയ്ക്ക് തന്റെ നമ്പർ കാണാതെ അറിയാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്? എങ്കിലും കൃഷ്ണയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവനൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് കാണാതെ അറിയാഞ്ഞിട്ടായിരിക്കും. സാരമില്ല, കൃഷ്ണയ്ക്ക് എന്താ വേണ്ടത്? ചായ വേണോ അതോ പൊടിയരിക്കഞ്ഞിയോ മറ്റോ വയ്ക്കണോ? എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം, എനിക്കറിയാമെല്ലാം. രാഹുൽ പറഞ്ഞപ്പോൾ കൃഷ്ണ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇപ്പൊ ഒന്നും വേണ്ട രാഹുലേട്ടാ, ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ചായ കുടിച്ചിരുന്നല്ലോ. ഏട്ടൻ എപ്പോഴും എന്റെ ഒപ്പം ഉണ്ടാവില്ലേ? അവൾ അത് ചോദിച്ചുകൊണ്ട് കട്ടിലിൽ എണീറ്റിരുന്നു. അവന്റെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. അവൾ അത് ചെയ്തപ്പോൾ രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നിസ്സഹായായ ഒരു പെൺകുട്ടി സഹായത്തിനെന്ന പോലെ കയ്യിൽ മുറുകെ പിടിച്ച് അപേക്ഷിക്കുന്ന പോലെ അവന് തോന്നി. ഞാൻ ഉണ്ടാകാതെ പിന്നെ എന്റെ ഭാര്യയല്ലേ കൃഷ്ണ, ഞാൻ കൂടെ ഉണ്ടാവില്ലേ എന്നും? അവൻ അത് പറഞ്ഞ് ഒന്നുകൂടെ അവളുടെ ചുണ്ടിൽ ഉമ്മ വെച്ചു. അവൾ അപ്പോൾ അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവനോട് തലയാട്ടി. രാഹുലിന്റെ കണ്ണും അപ്പോൾ നിറഞ്ഞിരുന്നു. അവൻ അവളുടെ തലയിലൊക്കെ അപ്പോൾ തലോടി കൊടുത്തു. അവൾ പതിയെ വീണ്ടും കിടന്നു. അവളുടെ പിടുത്തം അപ്പോഴും രാഹുലിന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ തലോടി തലോടി അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു. അവൾ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ രാഹുൽ അവളെ തന്നെ അല്പനേരം നോക്കി നിന്നു. ഒന്നും അറിയാതെ നിഷ്കളങ്കയായി ഉറങ്ങുന്ന അവളുടെ മിനുസമുള്ള ചുണ്ടുകളിലേക്ക് അവൻ മനസ്സറിഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ട് ചേർത്ത് ഒരു കുഞ്ഞുമ്മ കൂടി കൊടുത്തു. അവൾ അറിയാതെ കൊടുത്ത ആ ഉമ്മയ്ക്ക് അവന്റെ സ്നേഹത്തിന്റെ മധുരമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവൻ അലമാര തുറന്ന് അതിൽ നിന്നൊരു പുതപ്പെടുത്ത് അവളുടെ ദേഹത്തിട്ട് പുതപ്പിച്ചു കൊടുത്തു. ശേഷം ഒന്നുകൂടി അവളുടെ തലമുടിയിലും മുഖത്തും തലോടി. ഒന്നും അറിയാതെ ഉറക്കത്തിൽ തന്നെയായിരുന്നു കൃഷ്ണ അപ്പോൾ. അത് കഴിഞ്ഞ ശേഷം രാഹുൽ വേഗം റൂമിൽ നിന്ന് പുറത്തിറങ്ങി വാതിലടച്ചു. എന്നിട്ട് അവൻ നേരെ പോയത് അമ്മയുടെ റൂമിലേക്കാണ്. അവൻ അപ്പോൾ തന്നെ അമ്മയുടെ റൂമിന്റെ വാതിലിൽ നിർത്താതെ തട്ടാൻ തുടങ്ങി. അങ്ങനെ തട്ടിയാലേ അമ്മ എണീക്കൂ എന്ന് അവൻ അറിയാം. ആര് ചത്താലും പറ്റാലും അമ്മയ്ക്ക് അറിയണ്ട എന്ത് മനസ്സുള്ള കൂട്ടത്തിലാണ്. ഇത്രമേൽ ഒരു ഉറക്കപ്രാന്തുള്ള തള്ള. നിർത്താതെ തട്ടിയിട്ടും അകത്തുനിന്ന് മറുപടിയൊന്നും കിട്ടാതെ ആയപ്പോൾ രാഹുലിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്തായാലും അവൻ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവൻ വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടേയിരുന്നു. അല്പസമയം കൂടെ കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് വാതിൽ തുറന്നു. എന്താടാ രാഹുലേ, ഞാൻ മരുന്ന് കഴിച്ചു കിടക്കുന്നതാണെന്ന് നിനക്കറിയില്ലേ? എന്താ നീ ഈ സമയത്ത് വെച്ച് വിളിക്കുന്നത്? അമ്മ അവനോട് ചോദിച്ചു. ഞാൻ കൃഷ്ണയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതോ വന്നതോ എന്തെങ്കിലും അമ്മ അറിഞ്ഞിരുന്നോ? അതോ അറിഞ്ഞിട്ട് ഉറക്കം നടിച്ചു കിടന്നതാണോ? രാഹുൽ അമ്മയോട് ചോദിച്ചു. നീ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മ പറഞ്ഞു. അമ്മ അതൊന്നും അറിയില്ല. ചേച്ചിമാര് രണ്ടാളും വന്നാൽ രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ അമ്മ ഉറങ്ങാതെ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ. ബാക്കിയുള്ളവർ ഇവിടെ ചത്തു കിടന്നാലും അമ്മ അറിയില്ല താനും. അവന്റെ സംസാരത്തിൽ ആകെ ദേഷ്യമുണ്ടായിരുന്നു. നീ എന്താടാ ഈ നേരത്തെ എന്നെ വിളിച്ച് വെറുതെ ദേഷ്യപ്പെടുന്നത്? അമ്മ അവനോട് ചോദിച്ചു. ദേഷ്യമല്ല അമ്മേ, സങ്കടമാണ്. അവള് തലവേദനയായിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി അമ്മയോട് മൊബൈൽ നമ്പർ ചോദിച്ചപ്പോൾ അമ്മയുടെ ഫോൺ കേടാണെന്നും അമ്മയ്ക്ക് എന്റെ നമ്പർ കാണാതെ അറിയില്ലെന്നും അമ്മ എന്തിനാ പറഞ്ഞത്? അമ്മയ്ക്ക് എന്റെ നമ്പർ മനപ്പാടമല്ലേ? രാഹുൽ അമ്മയെ നോക്കി. ഓ അതാണോ? എടാ, ഞാൻ സീരിയൽ കാണുന്നതിനിടയിൽ അവള് വന്ന് ചോദിച്ചിരുന്നു. ചെറുതായ ഒരു തലവേദന ഉണ്ടെന്നും നിന്നെ വിളിക്കാനാണെന്നും പറഞ്ഞു. അത് പിന്നെ ഞാൻ കാര്യമാക്കിയില്ല. ഇനി തലവേദന ആണെങ്കിൽ തന്നെ എന്താ, നീ സ്നേഹം കൊണ്ട് കെട്ടിക്കൊണ്ടുവന്ന കൊച്ചൊന്നുമല്ലല്ലോ. കാശിന് വേണ്ടി കെട്ടിയതല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ അവള് ചാവും.
ചത്തു കഴിഞ്ഞ് നിനക്ക് നിന്റെ അതുല്യയെ കെട്ടി ജീവിക്കണമെന്നല്ലേ ആഗ്രഹം? അപ്പൊ പിന്നെ അതിന്റെ വയ്യായികക്ക് എന്തിനാ വില കൊടുക്കുന്നതെന്ന് തോന്നി. അമ്മ അത് പറഞ്ഞു കേട്ടതും രാഹുൽ ആകെ ഞെട്ടിപ്പോയിരുന്നു. അമ്മേ, അവൾ എന്റെ ഭാര്യയാണ്. കണക്ക് കൂട്ടി വെച്ച് ചത്തോട്ടെ എന്ന് പറയാൻ പട്ടിയോ കോഴിയോ ഒന്നുമല്ല. അത് പറയുമ്പോഴേക്കും അവന്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഇറ്റു വീണിരുന്നു. നീ എന്താടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാശിന് വേണ്ടിയല്ലേ നമ്മൾ? അമ്മ ചോദിച്ചു. അതെ, കാശിന് വേണ്ടിയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ കാശുകൊണ്ടാണല്ലോ ചേച്ചിമാർ ഉണ്ടാക്കി വെച്ച കടവും ബാങ്ക് ലോണും ഒക്കെ തീർത്തത്. ഒക്കെ അവളുടെ കാശുകൊണ്ടാ. അമ്മ ഈ ഇട്ടിരിക്കുന്ന ചെയിൻ പോലും ഇന്ന് രാവിലെ അവള് തന്നതല്ലേ. എന്നിട്ട് കാശിന് വേണ്ടിയാണ് പോലും. കാശിന് വേണ്ടിയാണെങ്കിൽ എന്താ, എന്തെങ്കിലും വയ്യായിക വന്ന് അവൾ ചത്തോട്ടെ എന്ന് വിചാരിച്ച് കൊന്നു കളയാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൾ എന്റെ ഭാര്യയാണമ്മേ. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അമ്മയ്ക്ക് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ താലി കെട്ടിയ, ഞാൻ കുങ്കുമം ചാർത്തിയ എന്റെ പെണ്ണാണ് അവള്. അവൾക്കൊരു വയ്യായിക ഉണ്ടെങ്കിൽ എന്നോട് പറയണം, അല്ലാതെ ഞാൻ കൂടുതൽ പറയുന്നില്ല. രാഹുലിന് അമ്മയോട് പറയുമ്പോൾ അവന്റെ ദേഷ്യം അടക്കാൻ കഴിയാതെ വരികയായിരുന്നു. അവൻ അപ്പോൾ അമ്മയുടെ മുഖത്ത് പോലും നോക്കാതെ ഉമ്മറവാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. മുറ്റത്ത് ചെന്ന് അവൻ കുറച്ചു നേരം മുഖം പൊത്തി കരഞ്ഞു. അവന്റെ മനസ്സിലപ്പോൾ കൃഷ്ണ മാത്രമായിരുന്നു. അല്പനേരം അവിടെ നിന്ന് കരഞ്ഞ ശേഷം അവൻ അവന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നേരെ വിളിച്ചത് അതുല്യയാണ്. ഹലോ രാഹുൽ, എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത്? ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. അപ്പുറത്ത് അതുല്യ ഫോൺ എടുത്ത പാടെ ചോദിച്ചു. നീ എന്തിനാ വിളിച്ചത് എന്ന് പറ. രാഹുലിന്റെ ശബ്ദം കനത്തിലായിരുന്നു. എന്താ രാഹുൽ, ഒരു ദേഷ്യം പോലെ? എന്താ കാര്യം? അപ്പുറത്തു നിന്ന് അതുല്യ ചോദിച്ചു. നീ എന്തിനാ വിളിച്ചതെന്ന് പറ. അവൻ പറഞ്ഞു, ഞാൻ വെറുതെ നിന്നോടൊന്ന് കൊഞ്ചാൻ. നമ്മൾ രാത്രി ഏറെ നേരം സംസാരിച്ചിട്ടല്ലേ ഉറങ്ങാറ്? അതുല്യ അവനോട് ചോദിച്ചു. അവൻ അത് കേട്ടെങ്കിലും അപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താ രാഹുൽ മിണ്ടാത്തത്? ഇനി നീ അവളുടെ കൂടെ എങ്ങാനും കേറി കിടന്നോ? അതുല്യ അതാണ് പിന്നീട് അവനോട് ചോദിച്ചത്. ഞാൻ കേറി കിടന്നാൽ തന്നെ നിനക്കെന്താ? അവൾ എന്റെ ഭാര്യയാണ്, മറ്റൊരുത്തന്റേതല്ല, അവൻ പറഞ്ഞു. അവൻ അത് പറഞ്ഞു കേട്ടതും അപ്പുറത്ത് അതുല്യ ആകെ ഞെട്ടിപ്പോയി. രാഹുൽ, കല്യാണം കഴിഞ്ഞ് ഒരു ദിവസമായപ്പോഴേക്കും നീ ഇത്രത്തോളം മാറിയല്ലേ? അവൾ നിനക്ക് വല്ല കൈവിഷം തന്നോ? അതുല്യ ചോദിച്ചു. കൈവിഷം തന്നതൊന്നുമല്ല. അവൾ എന്റെ ഭാര്യയാണെന്നുള്ള ബോധം എനിക്കുണ്ടായതുകൊണ്ടാണ് പറയുന്നത്. അവൾ എന്റെ ഭാര്യയാണ്. പക്ഷേ നീ എന്റെ ആരുമല്ല, കാമുകിയാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കണം. രാഹുൽ, ഇത്ര കാലം നിന്നെ സ്നേഹിച്ച് പിറകെ നടന്നിട്ട് നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അതുല്യം അപ്പോൾ അപ്പുറത്ത് ദേഷ്യപ്പെട്ടു തുടങ്ങി. നിർത്ത് മോളെ നിന്റെ ദേഷ്യം. നീ എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത് ഞാൻ PSC റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് മാത്രമല്ലേ? നീ തന്നെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ലേ, ആ റാങ്ക് ലിസ്റ്റിൽ പേരുള്ളത് കൊണ്ടാണ് നീ എന്നെ സ്നേഹിക്കുന്നതെന്ന്. ഗവൺമെന്റ് ജോലിക്കാരനെയാണ് നീയും നിന്റെ വീട്ടുകാരും താല്പര്യപ്പെടുന്നതെന്ന്. ആ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരുത്തനായിരുന്നു ഞാനെങ്കിൽ നീ എന്നെ സ്നേഹിക്കുമായിരുന്നോ? അതും പോട്ടെ, കാശിനു വേണ്ടി നീ തന്നെയല്ലേ എന്നെ കൃഷ്ണയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരുത്തിയായിരുന്നു നീയെങ്കിൽ എന്നോട് പറയില്ലായിരുന്നു അവളെ വിവാഹം കഴിക്കരുതെന്ന്. നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിനെ എന്റെ ഭാര്യയാക്കാൻ നീ സമ്മതിക്കുമായിരുന്നോ? എല്ലാം ചെയ്തു വെച്ചിട്ടിപ്പോൾ ഞാൻ അവളുടെ കൂടെ കയറി കിടന്നോ എന്നറിയണമല്ലേ നിനക്ക്? രാഹുൽ ദേഷ്യത്തോടെ പറഞ്ഞു. നീ ആളാകെ മാറിയല്ലേ രാഹുൽ? എനിക്ക് മനസ്സിലായടാ, എല്ലാം മനസ്സിലായി. നീ എന്നെ ചതിച്ചതല്ലേ? അവൾ അവനോട് ചോദിച്ചു. ഒരു ചതിയുമില്ല മോളെ, ഞാൻ നല്ലപോലെ തന്നെയാ പറയുന്നത്. നിനക്ക് അത്രമേൽ സ്നേഹം എന്നോടുണ്ടായിരുന്നെങ്കിൽ കാശിനു വേണ്ടി നീ എന്നെ വിൽക്കുമായിരുന്നോ? കൃഷ്ണയെ വിവാഹം ചെയ്യണമെന്ന് സാർ പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ അതിന് സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു എന്റെ വിശ്വാസം. വീട്ടിൽ അമ്മ നിർബന്ധിച്ചപ്പോഴും നീ അതിന് വഴങ്ങില്ലെന്നായിരുന്നു എന്റെ തോന്നൽ. കാരണം എനിക്ക് നിന്നോടുള്ള പ്രണയം സത്യമായിരുന്നു. എന്ത് കാശിനു വേണ്ടിയാണെങ്കിലും നിന്നെ മറ്റൊരുത്തൻ വിവാഹം കഴിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ലായിരുന്നു. എന്നാൽ നിങ്ങളൊക്കെ എന്നേക്കാൾ മുൻതൂക്കം നൽകിയത് മറ്റാരുടെയോ കയ്യിലുള്ള പണത്തിനാണ്. അതിനുവേണ്ടി ആ പാവം പെൺകുട്ടിയെ എന്നെ കൊണ്ട് കെട്ടിച്ചതാണ്. പറയുമ്പോൾ രാഹുലിന്റെ സ്വരമിടറി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അതുല്യ, നീ എന്നെ ഇനി വിളിക്കരുത്. എനിക്കെന്തോ നിന്നെ പഴയ പോലെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഫോൺ വെക്കുകയാണ്. രാഹുൽ അത് പറഞ്ഞ് അവന്റെ കോൾ ഒരൊറ്റ കട്ട് ചെയ്തു. അപ്പുറത്ത് ദേഷ്യം കാരണം അതുല്യ അവളുടെ ഫോൺ ചുമരിലേക്ക് എറിഞ്ഞു. രാഹുൽ പറഞ്ഞത് അത്രയും ശരി തന്നെയായിരുന്നു. അവൻ PSC റാങ്ക് ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതുല്യ അവനെ സ്നേഹിച്ചത്. പോരാത്തതിന് അവനെ കൊണ്ട് കൃഷ്ണയെ വിവാഹം കഴിപ്പിച്ചത് പൈസ മോഹിച്ച് തന്നെയാണ്. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവൻ ബലി കൊടുത്തിട്ട് പൈസ മാത്രം വേണമെന്ന ആഗ്രഹം രാഹുലിനില്ലായിരുന്നു. അറിയാതെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയെങ്കിലും അവന്റെ ഉള്ളം നന്മയുള്ളതായിരുന്നു. ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ വേഗം അകത്തേക്ക് കയറി റൂമിലേക്ക് ചെന്നു. അപ്പോൾ കണ്ടു ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന കൃഷ്ണയെ. വാതിലടച്ചിട്ട് ഡ്രസ്സ് മാറി ഒരു ട്രൗസറും ടീഷർട്ടും എടുത്തിട്ട് അവൻ അവളുടെ അരികിലേക്ക് ചെന്നു കിടന്നു. പതിയെ അവൻ ചെന്ന് പുതപ്പിന് മുകളിലൂടെ അവളെ തലോടിയപ്പോൾ അവൾ അറിഞ്ഞു അവന്റെ സാമീപ്യം. കമഴ്ന്നു കിടക്കുകയായിരുന്ന അവൾ അപ്പോൾ ചരിഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. രണ്ട് കൈകൊണ്ടും അവളെ വാരി മുറുക്കി അവൻ അവളെ തലോടി കൊടുത്തു. അവൾ അപ്പോൾ കണ്ണു തുറന്ന് രാഹുലിനെ ഒന്ന് നോക്കി. രാഹുലേട്ടാ, അവൾ മെല്ലെ വിളിച്ചു. എന്തുപറ്റി, ഉറങ്ങിയില്ലേ? രാഹുൽ അവളോട് ചോദിച്ചു. ഉറങ്ങിയിരുന്നു, ഏട്ടൻ തലോടിയപ്പോൾ എണീറ്റ് പോയതാ. അവൾ അത് പറഞ്ഞപ്പോൾ രാഹുൽ ഒന്ന് ചിരിച്ചു.
വേദന കുറവുണ്ടോ ഇപ്പോൾ? അവൻ ചോദിച്ചു. കുറവുണ്ടെന്നല്ല, മാറി, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ അവളുടെ നെറ്റിയിൽ അവന്റെ ചുണ്ട് ചേർത്ത് ഒരു ഉമ്മ കൊടുത്തു. ശേഷം അവളെ ഒന്നുകൂടി അവനോട് ചേർത്ത് പിടിച്ച് ആ പുതപ്പ് അവന്റെ ദേഹത്തേക്കും അവളുടെ ദേഹത്തേക്കും നന്നായി വിരിച്ചിട്ടു. മെല്ലെ അവളുടെ കഴുത്തിൽ അവൻ അവന്റെ മുഖമമർത്തി ഒരു ഉമ്മ കൂടി കൊടുത്തു. അവന്റെ കരുതലും സാമീപ്യവും കൊതിച്ചുകൊണ്ട് അവൾ അവന്റെ ദേഹത്തേക്ക് ചേർന്നു കിടന്നു. അവളുടെ മാറിടങ്ങളും ശരീരവും മൊത്തമായി അവന്റെ ദേഹത്തോട് ഒട്ടിച്ചേർന്നു. അവനും പൂർണ്ണമായി അവളോട് ഇഴുകി ചേർന്നിരുന്നു. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും അവളുടെ വേദനയൊക്കെ മാറി അവൾ നന്നേ ഉഷാറായിരുന്നു. അമ്മ ഇന്നലെ കൃഷ്ണയോട് ചെയ്ത കാര്യമോർത്ത് രാഹുലിന് കുറ്റബോധമുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ആരെയും നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. പുലർച്ചെ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് തന്നെ രാഹുൽ ഒരിക്കൽ കൂടി അവളോട് പറഞ്ഞു, അമ്മ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലോ ചെയ്യുന്നുണ്ടെങ്കിലോ അത് നീ കാര്യമാക്കരുത് കേട്ടോ. നിനക്ക് ഞാനുണ്ടാവും പൊന്നുപോലെ നോക്കാൻ. അവൻ അത് പറയുമ്പോൾ അവൾ ഒന്നുകൂടി അവനോട് പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു. അത്രയൊക്കെ മതിയായിരുന്നു ആ പാവം പെൺകുട്ടിക്ക് സന്തോഷിക്കാൻ. അവന്റെ നെഞ്ചിൽ അവനോട് ചാഞ്ഞു ചേർന്ന് കിടക്കുമ്പോൾ അവൾ അവനെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും രാഹുൽ കൃഷ്ണയെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു. അത്രയ്ക്ക് പാവമായിരുന്നു അവൾ. ഏതൊരാണും കിട്ടാൻ കൊതിക്കുന്ന, കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അത്രയും നിഷ്കളങ്കയായ സ്നേഹമുള്ള ഒരു പാവം കുട്ടി. ഒരു രോഗമുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊരു കുറവുകളും കൃഷ്ണയ്ക്കില്ല. എന്നാൽ നന്മകൾ ആവോളം ഉണ്ട് താനും. പിന്നീടുള്ള ദിവസങ്ങളിൽ രാഹുലിന്റെ ഓരോ നോട്ടത്തിലും ഓരോ ഭാവത്തിലും കൃഷ്ണയോടുള്ള പ്രണയം തുളുമ്പി നിൽക്കുകയായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കൃഷ്ണ റൂമിലേക്ക് ചെന്നു. ചൂടുകാലമായതുകൊണ്ടും രാത്രിയിൽ നന്നേ ചൂടുള്ളതുകൊണ്ടും വിയർക്കുന്നത് കാരണം അവൾ ഒന്ന് മേല് കഴുകാനായി ബാത്റൂമിൽ കയറി. പെട്ടെന്ന് തന്നെ മേല് കഴുകി തീർത്ത് ഈറനണിഞ്ഞ ശരീരത്തോടെ അവൾ റൂമിലേക്ക് വന്നു. കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മുഖത്തെ വെള്ളം ഒപ്പിയെടുക്കുമ്പോഴാണ് അവളുടെ അരക്കെട്ടിലൂടെ ഒരു കൈ വന്നു വീണത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ രാഹുൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അപ്പോൾ അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖത്ത് തന്നെ നോക്കി. അവളും ഒരു നിമിഷം അവനെ തന്നെ നോക്കി. ഹൃദയം തുളുമ്പുന്ന പ്രണയത്തോടെ അവർ രണ്ടുപേരും അല്പനേരം പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എന്റെ പെണ്ണിന്റെ മനസ്സിനൊപ്പം ശരീരത്തെയും. രാഹുൽ അത് ചോദിച്ചപ്പോൾ പ്രണയം തുളുമ്പുന്ന കണ്ണുകളോടെയും പ്രണയാർദ്ര ഭാവത്തോടെയും കൃഷ്ണ അവനെ തന്നെ നോക്കുകയായിരുന്നു. അവൾ ഒരു നിമിഷം ഒന്നും പറഞ്ഞില്ല. എന്തേ ഒന്നും പറയാത്തേ? രാഹുൽ അവളോട് ചോദിച്ചു. കൃഷ്ണ അപ്പോൾ ഒന്ന് ചിരിച്ചു. ഞാൻ ഏട്ടന്റെ ഭാര്യയല്ലേ, എന്റെ ശരീരം പങ്കുവെക്കാൻ ഏട്ടൻ എന്നോട് അനുവാദം ചോദിക്കണോ? അവൾ ചോദിച്ചപ്പോൾ രാഹുൽ ഒന്ന് ചിരിച്ചു. അനുവാദം ചോദിച്ചതല്ല, നിനക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. ചെറുതാണെങ്കിൽ പോലും എന്നെക്കൊണ്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ അത്രമേൽ നിന്നെ ആഗ്രഹിക്കുന്നു കൃഷ്ണ. അവൻ അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഇറ്റു വീണുപോയി. അവൻ അപ്പോൾ അവളെ തന്നെ പ്രണയാർദ്രമായി സൂക്ഷ്മതയോടെ നോക്കി നിന്നു. എന്നിട്ട് അവളുടെ കണ്ണുനീർ തുള്ളികൾ അവന്റെ ചുണ്ടിനാൽ ഒപ്പിയെടുത്തു. അവളുടെ ഡ്രസ്സിന്റെ കഴുത്തൊന്ന് മെല്ലെ താഴ്ത്തി വെളുത്ത മാറിടങ്ങളിൽ മെല്ലെ ഒന്നുമ്മ വെച്ചു. അവൾ അപ്പോൾ അവന്റെ മുടികൾക്കിടയിലൂടെ തലോടി. അവന്റെ മുഖം പൂർണ്ണമായും അവളുടെ നെഞ്ചിലമർന്നു. ശേഷം അവളെ വാരിയെടുത്തുകൊണ്ട് അവൻ കട്ടിലിലേക്ക് കിടത്തി. നേരിയ കിതപ്പോടെ തന്റെ പെണ്ണിനെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അവന്റെ മനസ്സിൽ അവൻ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും ആ കുറുമ്പി പെണ്ണിനെ അവൻ അത്രമേൽ പ്രിയമായിരുന്നു. അത്രമേൽ സ്നേഹമുള്ള, അത്രമേൽ തായ്മയുള്ള, അത്രമേൽ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക? രാഹുൽ അവളെ വാരിപ്പുണർന്നുകൊണ്ട് അവളിലേക്ക് പടർന്നു കയറി. പൂർണ്ണ മനസ്സോടെ അവൾ അവളുടെ ശരീരം അവന് പകുത്തു നൽകി. വാരിപ്പുണർന്ന് അവളിലേക്ക് പടർന്നു കയറുമ്പോൾ അവൻ അറിയുകയായിരുന്നു അവളെന്ന പെൺകുട്ടിയോട് തനിക്കുള്ള പ്രണയത്തിന്റെ ആഴം. എല്ലാം കഴിഞ്ഞൊരു പുതപ്പിനുള്ളിൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അമർത്തി ചുംബിക്കുമ്പോൾ അവൻ അവന്റെ മനസ്സിൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ആയുസ് നീട്ടി തന്നേക്കണേ എന്റെ പെണ്ണിന്. എന്ന് ഈ ലോകത്ത് അവൾ അവസാനിക്കുന്നോ അന്നത്തോടെ ഞാനും അവസാനിക്കും. അതുകൊണ്ട് എന്റെ ആയുസിന്റെ ബലത്തിലെങ്കിലും എന്റെ പെണ്ണിനും ആയുസ്സുണ്ടാവണം. കാരണം അവളുണ്ടെങ്കിൽ മാത്രമേ ഞാനുള്ളൂ. അതെ, ദൈവം അവൾക്ക് ദീർഘായുസ് കൊടുക്കും. കാരണം അവളുടെ മനസ്സിപ്പോൾ അത്രമാത്രം സന്തോഷത്തിലാണ്. അത്രമേൽ സന്തോഷത്തോടെ, അത്രമേൽ പുഞ്ചിരിയോടെ ഇരിക്കുന്ന ആ പെൺകുട്ടിയെ എങ്ങനെയാണ് മരണത്തിന് കീഴടക്കാനാവുക? ഒരു 100 വർഷം അവനോടൊപ്പം അവന്റെ പ്രിയപ്പെട്ട പെണ്ണായി അവൾ ജീവിക്കുമെന്ന വിശ്വാസത്തോടെ രാഹുലിന്റെ പ്രിയപ്പെട്ട കൃഷ്ണയ്ക്ക് എല്ലാ നന്മകളും നേരുന്നു. ആ ഒരു ശുഭപ്രതീക്ഷയോടെ രാഹുൽ അവളെ വീണ്ടും വീണ്ടും വാരിപ്പുണർന്ന് ഉമ്മകൾ കൊണ്ട് മൂടുകയായിരുന്നു. അതെ, ഇനിയുള്ള രാവുകളും പകലുകളും അവരുടെ മാത്രം സ്വന്തം.